ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. നാരായണ. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേദമപേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സോലങ്കൃശിഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ.
പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. എല്ലാവർക്കും ഓണം ആശംസകൾ. നാളെ മുതൽ ആഘോഷങ്ങൾ പ്രധാനമായിട്ടുള്ളത് ആരംഭിക്കുകയായി. നാളെ ഉത്രാടം ഒന്നാം ഓണം, മറ്റന്നാൾ രണ്ടാം ഓണം തിരുവോണം, പിന്നീട് അവിട്ടവും ചതയും 4 ദിവസം ഓണം. എല്ലാവരും സന്തോഷമായിട്ട് ആഘോഷിക്കുക. എന്താഘോഷിക്കുമ്പോഴും എന്താണ് അതിൻ്റെ തത്വം എന്ന് മറക്കാതെ ആഘോഷിക്കുക. ഭഗവത് സ്മരണയോടെ ആഘോഷിക്കുക. ഭഗവാന്റെ പരിപൂർണമായിട്ടുള്ള അനുഗ്രഹം എല്ലാവർക്കും ഈ ഓണത്തിന് പ്രത്യേകിച്ചും എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ. തിരുവോണം ആശംസകൾ. നമ്മൾ ഓണത്തോടനുബന്ധിച്ച് എൻ്റെ ഓണം ഇന്നലെ കഴിഞ്ഞു. നമുക്ക് ഇന്നലെ ആയിരുന്നു ഓണം. വളരെ സന്തോഷമായിട്ട് $250 കിറ്റുകൾ തയ്യാറാക്കി അത് മുഴുവൻ ചെലവാക്കി. ശരിക്ക് വന്നവരെ ആരെയും നിരാശപ്പെടുത്താതെ, എന്നാൽ 1-2 അതിസാമർഥ്യക്കാരെ ഇത്തിരി എന്താ പറയുക മടക്കി അയച്ചു. അതിസാമർഥ്യക്കാർ ഒരു വീട്ടിൽ നിന്ന് തന്നെ ഒരു പ്രാവശ്യം വന്ന് മേടിച്ചിട്ട് പോയി പിന്നെയും വരിക. അതുപോലെ നല്ല വരുമാനമുള്ള ആളുകൾ ഇവിടെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് എന്നിട്ട് വരിക. അങ്ങനെയുള്ള കേസുകളൊക്കെ 1-2 കേസുകൾ നമ്മൾ പിന്നെ അത് നേരത്തെ തന്നെ ടോക്കൺ കൊടുക്കുമ്പോൾ തന്നെ കുറേയൊക്കെ കൺട്രോൾ ചെയ്തു. അപ്പോൾ ശരിക്കും ഒരു ഡിസർവിങ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് തന്നെയാണ്. 240ഓളം ആളുകൾ അങ്ങനെ ഈ പരിസരത്തുള്ള പാവങ്ങളും പിന്നെ നമ്മുടെ ആശ്രമത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തകരും പിന്നെ ചില നമ്മുടെ കഷ്ടതകൾ അനുഭവിക്കുന്ന ചില കുട്ടികൾ ഉണ്ട്. വളണ്ടിയേഴ്സൊക്കെ ആയിട്ട് നമുക്ക് സഹായം ചെയ്യുന്ന കുട്ടികളുണ്ട്. എല്ലാവർക്കുമായിട്ട് ഓണാഘോഷം ഗംഭീരമാക്കി എല്ലാം കൊടുത്ത് കാലിയാക്കിയപ്പോൾ നമുക്ക് സന്തോഷം. ഇന്ന് നമ്മുടെ അട്ടപ്പാടിയിലെ കുട്ടികളും 5 പേര് അവരും സന്തോഷമായിട്ട് അവരുടെ വീടുകളിലേക്കും ഓരോ കിറ്റ് കൊടുത്തു വിട്ടു. അപ്പോൾ അവരും സന്തോഷമായിട്ട് പോയി. അപ്പോൾ എല്ലാം ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ്. അതൊക്കെ നിങ്ങളുടെ രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ നിമിത്തങ്ങളായി, ഭഗവാന്റെ കയ്യിലെ ഉപകരണങ്ങളായി അനുഗ്രഹവർഷം ചെയ്തു. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫണ്ട് വന്നു. പലരും വളരെ ഉദാരമായിട്ട് ചെയ്തു.
സ്വാമിക്ക് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ എന്ന് തന്നെ ആരും ചോദിക്കേണ്ട. ഒരു ബുദ്ധിമുട്ടുമില്ല. അതാണ് അനുഗ്രഹം എന്ന് പറയുന്നത്, ഭഗവാന്റെ അനുഗ്രഹം. നമ്മൾ വിചാരിച്ചതിനേക്കാൾ നന്നായിട്ടെല്ലാം നടത്താൻ കഴിയും. ഒരു നല്ല കാര്യത്തിന് നല്ല ഉദ്ദേശത്തോടെ ഇറങ്ങി പുറപ്പെട്ടാൽ ഭഗവാൻ അതിൻ്റെ കൂടെ ഉണ്ടാവും. ഭഗവാന്റെ കൈകളാണ് പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമായി. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിൽ ഭഗവാന്റെ പേരിൽ ഭഗവാനോടുള്ള കൃതജ്ഞത നിങ്ങളിലൂടെ അറിയിക്കുന്നു. സന്തോഷം. പ്രാവശ്യം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കൺട്രോളായിരുന്നു ഈ കൊടുക്കുന്ന ആളുകളെ കുറിച്ച്. അതുകൊണ്ട് അധികം നമുക്കൊരു എന്താ പറയുക സംഘർഷമോ നിരാശയോ ഒന്നുമില്ലാതെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിച്ചു. ഓക്കെ, നമുക്ക് നമ്മുടെ ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് വരാം. ശ്രീകൃഷ്ണ ലീലാമൃതം ദശമസ്കന്ധം 10-ാം അധ്യായം. നളകൂപര മണിഗ്രീവ ശാപമോക്ഷമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അധ്യായം നമുക്ക് പൂർത്തീകരിച്ചാൽ ഇന്ന് നമുക്ക് തൽക്കാലം ഒരു ബ്രേക്ക് ചെയ്യാം. 2 ദിവസം ഓണത്തിന് ബ്രേക്ക് ചെയ്യാം. എല്ലാവർക്കും ഓണം അവധി കൊടുക്കാം. ഓണം എല്ലാവരും വീട്ടുകാരുമായി ചേർന്ന് ആഘോഷിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് അവിട്ടത്തിന് ഞാൻ ഒഴിവുണ്ടെങ്കിൽ ക്ലാസ് എടുക്കാം. അവിട്ടം, ചതയം 17, 19 3 ദിവസം പറ്റിയാൽ നോക്കാം. 20-ാം തീയതി ഋഷികേശിലേക്കുള്ള യാത്രയാണ്. 20-ാം തീയതി പോയാൽ 30-ാം തീയതി വരെ ഋഷികേശ്. അവിടെ നിന്ന് ബദരിനാഥും ഗംഗോത്രിയൊക്കെ പോകുന്നുണ്ട്. ഋഷികേശിലാണ് മുഖ്യ പരിപാടി. ദയാനന്ദാശ്രമത്തിൽ വെച്ച് തന്നെ ചണ്ഡികായാഗം, മൂകാംബിക കാളിദാസ അടികൾ നേതൃത്വം നൽകി പൗരോഹിത്യം ചെയ്യുന്ന ഗംഭീരമായിട്ടുള്ള ചണ്ഡികായാഗം. അപ്പോൾ ആർക്കെങ്കിലും ഇനിയും വരണമെന്നുണ്ടെങ്കിൽ വരാം. പക്ഷേ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ കൂടിയിട്ടുണ്ടാവും. സെപ്റ്റംബർ 23-ാം തീയതി ദയാനന്ദ സ്വാമിജിയുടെ മഹാസമാധി വാർഷികം. സെപ്റ്റംബർ 26, 27 ഋഷികേശിൽ വെച്ച് ചണ്ഡികായാഗം. നാരായണ. അത് കഴിഞ്ഞ് തിരിച്ചു വന്നാലും 1-ാം തീയതി മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. 2-ാം തീയതി ഒരു ദേവീ മാഹാത്മ്യ തരംഗിണി. 3 മുതൽ 10 വരെ ഒരു സപ്താഹം കൊയിലാണ്ടി രാമാനന്ദാശ്രമത്തിൽ വെച്ച് ഭാഗവത സപ്താഹം. 10-ാം തീയതി വൈകുന്നേരം വെളുത്തും പൂജ വെപ്പാണ്. 11, 12, 13 അഷ്ടമി, നവമി, ദശമി. അത് കഴിഞ്ഞാലേ നമ്മളെ ദശമി മുതൽക്ക് നമുക്ക് ഭാഗവത ജ്ഞാനഗംഗ തുടരാം. പിന്നെ വലിയ തിരക്കുകളില്ല. പിന്നെ മണ്ഡലകാലത്തായിരിക്കും തിരക്ക്. ഓക്കെ, നിങ്ങൾക്കും അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാമെന്ന് പറയണം. നമുക്ക് ജ്ഞാനഗംഗയിലേക്ക് വരാം. നമ്മൾ ഇതുവരെ പറഞ്ഞത് 33-ാം ശ്ലോകം വരെയാണ് പറഞ്ഞു പോകുന്നത് അല്ലേ? ദശമസ്കന്ധത്തിലെ 10-ാം അധ്യായം 33 വരെയാണ് പറഞ്ഞതെന്നാണ് ഓർമ്മ. നാരായണ. നമുക്ക് ആരംഭിക്കാം. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ശ്രീശുക ഉവാച എന്നുള്ള 23-ാം ശ്ലോകം മുതൽക്ക് വായിക്കാം. അല്ലെങ്കിൽ 23-ാം ശ്ലോകം മുതൽക്ക്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അധ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ദശമോऽധ്യായः. ശ്രീശുക ഉവാച
एवमुक्त्वा सरेत् देवर्षिः गदो नारायणाश्रमं नलगोपरमणिग्रीवौ आसतुरु यमलार्जुनौ ऋषेर्भागवतमुख्यस्य सत्यं कर्तुं वचो हरिः जगामशनकैस्तत्र यत्रास्तां यमलार्जुनौ देवर्षिर्मे प्रियतमो यदि मौदनदात्मजौ तत्तदा साधयिष्यामि यद्गीतं तन्महात्मना इत्यन्तरेणार्जुनयोः कृष्णस्तु यमयोर्ययौ आत्मनिर्वेशमात्रेण तिर्यग्गदम् उलूखलम् बालेन निष्कर्षयतानु अन्वगुलूकलं तद्दामोदरेण तरसोल्कलिताङ्घ्रिबन्धौ निष्पेदतुः परमविक्रमितातिवेपस्कन्दप्रवालविडपौ कृतचण्डशब्दौ तत्र श्रिया परमया ककुभस्फुरन्दौ सिद्धौ उपेत्य कुजयोरिव जातवेदाः कृष्णं प्रणम्य शिरसाखिललोकनाथं सुबद्धाञ्जलि विरजसौ इदमूचतुस्मान् कृष्ण कृष्ण महायोगिन् त्वमाद्यः पुरुषः परः व्यक्ताव्यक्तमिदं विश्वं रूपं ते ब्राह्मणा विदुः त्वमेकः सर्वभूतानां देहास्वात्मेन्द्रियेश्वरः त्वमेव कालो भगवान् विष्णुरव्यय ईश्वरः त्वं महान् प्रकृतिः सूक्ष्मा रजः सत्त्वतमोमयी त्वमेव पुरुषोऽध्यक्षः सर्वक्षेत्रविकारवित् गृह्यमाणैस्त्वमग्राह्यो विकारैः प्राकृतैर्गुणैः कोऽन्विहार्हति विज्ञातुं प्राक्सिद्धं गुणसंवृतः तस्मै तुभ्यं भगवते वासुदेवाय वेदसे आत्मद्योतगुणैश्चन्नमहिम्ने ब्रह्मणे नमः यस्यावतारा ज्ञायन्ते शरीरेषु अशरीरिणः तैस्तैरतुल्यातिशयैर्वीर्यैर्देहिष्वसङ्गतैः स भवान् सर्वलोकस्य भवाय विभवाय च अवतीर्णोऽंशभागेन साम्प्रतं पतिराशिषाम् नमः परमकल्याणा नमः परममङ्गला वासुदेवाय शान्ताय यदूनां पदये नमः अनुजानीहि नौ भूमन् तवानुचरकिङ्करौ दर्शनं नौ भगवतः ऋषेरासीदनुग्रहात् वाणी गुणानुकथने श्रवणौ कथायां हस्तौ च कर्मसु मनस्तव पादयोर्नः स्मृत्यां शिरस्तव निवास जगत्प्रणामे दृष्टिः सतां दर्शनेस्तु भवत्तनूनाम् वाणी गुणानुकथने श्रवणौ कथायां हस्तौ च कर्मसु मनस्तव पादयोर्नः स्मृत्यां शिरस्तव निवास जगत्प्रणामे दृष्टिः सतां दर्शनेस्तु भवत्तनूनाम् श्रीशुक उवाच इत्थं संकीर्तितस्ताभ्यां भगवान् गोकुलेश्वरः दाम्ना चोलोघले बद्धः प्रहसन्नाह गुह्यकौ श्रीभगवानुवाच ज्ञातं मम पुरैवैतद् ऋषिणा करुणात्मना यत् श्रीमदान्धयोर्वाग्भिः विभ्रंशोऽनुग्रहः कृतः साधूनां समचित्तानां सुतरां मत्कृतात्मनां दर्शनान्नो भवेद्बन्धः पुंसोक्ष्णोः सवितुर्यदा तद्गच्छतं मत्परमौ नलगोबर साधनं सञ्जातो मयि भावो वां ईप्सितः परमो भवः श्रीशुक उवाच इत्युक्तौ तौ परिक्रम्य प्रणम्य च पुनः पुनः बद्धोलूघलमामन्त्र्य जग्मदुरुदिशमुत्तराम् हरि ओम् इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां दशमस्कन्धे पूर्वार्धे नारदशापो नाम दशमोऽध्यायः।
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരേ നാരായണ ഹരേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, ഒരിക്കൽ കൂടെ ശുഭസായാഹ്നം, സുസ്വാഗതം, ഓണാശംസകൾ. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ശ്രീകൃഷ്ണ ലീലാമൃതം ദശമസ്കന്ധത്തിലെ 10-ാം അധ്യായം, നളകൂബര മണിഗ്രീവ ശാപമോക്ഷം. അപ്പോ നാരദ ശാപത്തെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മൾ കണ്ടു. ഇവരുടെ ധനമതം, ഐശ്വര്യമതം, അത് നിമിത്തം ഉള്ള ആ ഒരു അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയ്ക്ക്, മതത്തിന് ഇതൊരു രോഗമാണ്, അതിനുള്ള ചികിത്സ ദാരിദ്ര്യമാണ്. അപ്പം അത് തന്നെയാണ് അദ്ദേഹം നല്ലതുപോലെ യുക്തിപൂർവം ആലോചിച്ച് തീരുമാനിച്ച് എന്താ പറയുക, വിധിച്ചതാണ് അല്ലേ. എല്ലാ വശങ്ങളും ചിന്തിച്ച് ഒരു നല്ല ന്യായാധിപൻ വേണ്ട ശിക്ഷ വിധിക്കുന്നത് പോലെയാണ് ഇവിടെ നാരദ മഹർഷി തൻ്റെ ചിന്ത പദ്ധതികളൊക്കെ അവിടെ പാടിയത്. വളരെ നല്ല ലോജിക്കലി അദ്ദേഹം അത് അവതരിപ്പിച്ചുകൊണ്ടാണ് തൻ്റെ ആ ഒരു അനുഗ്രഹത്തെ ന്യായീകരിച്ചത്. അതൊരു ശാപമേ അല്ല, അനുഗ്രഹം തന്നെയാണെന്ന് അറിവുള്ളവർക്കൊക്കെ അറിയാം. എല്ലാ മഹാത്മാക്കളുടെയും ശാപം എന്ന് പേര് കേൾക്കുമ്പോൾ നമ്മൾ പേടിക്കുമെങ്കിലും വാസ്തവത്തിൽ അതൊക്കെ അനുഗ്രഹമായിട്ടാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. കാരുണ്യം കൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. കരുണയാണ് മഹാത്മാക്കളുടെ സ്വഭാവം എന്നുള്ളത്. അയം സ്വഭാവ സ്വതയേവ യത് പരശ്രമാപനോദ പ്രവണം മഹാത്മനാം സുതാം സുരേഷ സ്വയമർക്ക കർക്കശ പ്രഭാവിതപ്താം അവതി ക്ഷിതിം കില എന്ന് ശങ്കരാചാര്യർ ഗുരുക്കന്മാരെ കുറിച്ച്, മഹാത്മാക്കളെ കുറിച്ച് പാടും വിവേക ചൂടാമണിയിൽ. അയം സ്വഭാവ സ്വതയേവ, അയം സ്വഭാവ സ്വതയേവ, സ്വതവേ തന്നെയുള്ള അവരുടെ കൂടെ തന്നെ സ്വന്തമായിട്ടുള്ള സ്വഭാവമാണ്. ഇത് പരശ്രമാപനോദ പ്രവണം, പരശ്രമാപനോദ പ്രവണം, മറ്റുള്ളവരുടെ ശ്രമത്തെ അപനോദനം ചെയ്യുന്നതിലുള്ള പ്രവണത, ആ പ്രവൃത്തി. മഹാത്മനാം അയം സ്വഭാവ. ഇതുപോലെ സുധാംശുരേഷ, ഏഷ സുധാംശു. ഈ ചന്ദ്രന്റെ സ്വഭാവം എന്താണ്? അമൃതകിരണനായ ചന്ദ്രൻ സ്വയമേവ അർക്കകർക്കശ പ്രഭാവിതപ്താം അവതി ക്ഷിതിം കില. ഈ ഭൂമിയിലെല്ലാവരും സൂര്യന്റെ താപമേറ്റ് അല്ലെ വളരെ വിഷമിക്കുന്നവരാണ് പകല് മുഴുവൻ. നല്ല വേനൽക്കാലത്തുള്ള പകല് ഉള്ളതായിട്ടുള്ള ചൂടേറ്റ് വലയുന്നതായിട്ടുള്ള ജീവജാലങ്ങളെ മുഴുവൻ, ആ ഭൂമിയെ മുഴുവൻ രക്ഷിക്കുന്ന അവധി എന്ന് പറഞ്ഞാൽ അവനം ചെയ്യുക, രക്ഷിക്കുക. അങ്ങനെയുള്ള അമൃതകിരണനാണ് ചന്ദ്രൻ. എല്ലാവരെയും പോഷിപ്പിക്കുന്നവനാണ് ചന്ദ്രൻ, എല്ലാവരെയും ഊർജ്ജസ്വലരാക്കുന്നവനാണ്. അപ്പോൾ ആ ചന്ദ്രനെ പോലെയാണ് മഹാത്മാക്കളുടെ ലോകാനുഗ്രഹ പ്രവൃത്തികൾ. ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ അതാണ് നാരദ മഹർഷിയുടെ എല്ലാ പ്രവൃത്തികളുടെയും പുറകിലുള്ള ആ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് കരുണയാണ്. അപ്പോൾ ആ കാരുണ്യം നമുക്കൊക്കെ ഉണ്ടാവട്ടെ അല്ലേ, എല്ലാവർക്കും ഉണ്ടാവട്ടെ. ആ നാരദ മഹർഷിയെ പോലെ, മഹാത്മാക്കളെ പോലെ മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ നീക്കാനുള്ള ഒരു വിശാലമായിട്ടുള്ള ഉദാരമായിട്ടുള്ള മനസ്സ് നമുക്കൊക്കെ ഉണ്ടാവട്ടെ. അപ്പം ഇങ്ങനെ
ആ നളകൂപര മണിഗ്രീവന്മാർ നാരദ മഹർഷിയുടെ അനുഗ്രഹത്താൽ വൃക്ഷങ്ങളായി തീർന്നതും ഭഗവാൻ അവരെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ച് തൻ്റെ ഉരലും കൊണ്ട് ആ രണ്ട് വൃക്ഷങ്ങളുടെ ഇടയിലൂടെ കടന്നതും ഭഗവാന്റെ അനായാസമായിട്ടുള്ള ആ ഒരു പ്രവൃത്തി ആ രണ്ട് വൃക്ഷങ്ങളെയും ഉന്മൂലനം ചെയ്തു മറിച്ചു വീഴ്ത്തിയിട്ടു. ഭയങ്കര ശബ്ദത്തോടുകൂടി വൃക്ഷങ്ങൾ വീണുവെങ്കിലും ആ ശബ്ദം ആരെയും കേൾപ്പിച്ചില്ല ഭഗവാൻ. അത് സസ്പെൻഡ് ചെയ്ത് വെച്ചു. ഭഗവാന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ശബ്ദം. ഭഗവാൻ കൈവിട്ടാലേ അത് പുറത്തേക്ക് പോകും. അങ്ങനെ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഭഗവാനാണോ ഇതിനൊക്കെ പ്രയാസം? ഈ ശബ്ദത്തെ നിയന്ത്രിച്ച് നിർത്താൻ കുറച്ച് നേരത്തേക്ക് ആ ശബ്ദം പുറത്തേക്ക് വിടാതെ അടക്കി പിടിച്ചു. കാരണം ഭഗവാനിൽ നിന്നാണ് ആകാശവും ശബ്ദവും എല്ലാം ഉണ്ടായിട്ടുള്ളത്. ഏതസ്മാദാത്മന ആകാശസംഭൂതഃ ആകാശാദ് വായുഃ വായോരഗ്നിഃ അഗ്നേരാപഃ അദ്ഭ്യഃ പൃഥിവീ പൃഥിവ്യാഃ ഓഷധയഃ ഓഷധീഭ്യോ അന്നം അന്നാത് പുരുഷഃ എന്ന് ഉപനിഷത്ത് പറയുമ്പോൾ ആദ്യം പറയുന്നത് ആ ആത്മസ്വരൂപനായ ആത്മാവായ പരമാത്മാവായ ഭഗവാനിൽ നിന്നാണ് ഈ ആകാശം ഉണ്ടായത്. ആകാശത്തിൻ്റെ സ്വഭാവമാണ്, തന്മാത്രയാണ് ശബ്ദം. ആ ശബ്ദത്തെ ഭഗവാന് പിടിച്ചടക്കാൻ വല്ല പ്രയാസമുണ്ടോ? പ്രയാസം ഉണ്ടാവൂലോ അല്ലേ? നമ്മൾ ജനിപ്പിക്കുന്ന നമ്മുടെ മക്കളെ നമുക്ക് പിടിച്ചടക്കാൻ പറ്റുന്നില്ലല്ലോ, നമ്മുടെ സന്തതികൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നില്ലല്ലോ എന്നാണെങ്കിൽ അതിനുള്ള അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ സന്തതികളൊന്നും നിങ്ങളുടേതല്ല. അതുകൊണ്ടാണ് നിങ്ങൾ കടക്കാൻ പറ്റാത്തത്. അത് തിരിച്ചറിയുക ആദ്യം. നിങ്ങളുടേതല്ലാത്തത് കൊണ്ടാണ് അതിനെ അടക്കാൻ പറ്റാത്തത്. നമ്മുടെ മക്കളെ നമ്മൾ വിളിച്ച വഴിക്ക് കൊണ്ടു നടക്കാൻ പറ്റാത്തത് നിങ്ങളുടേതല്ലാത്തത് കൊണ്ടാണ്. കാരണം ആരുടേതാണത്? ഈശ്വരൻ്റേതാണ്, ഭഗവാന്റെ സൃഷ്ടിയാണ്. ഇതെപ്പോഴും ഓർമ്മിക്കുക. നിങ്ങളൊരു നിമിത്തം മാത്രം. നിങ്ങളിലൂടെ വന്നു ലോകത്തിലേക്ക്. നിങ്ങൾക്ക് ഉടമസ്ഥാവകാശമൊന്നുമില്ല. വെറുതെ മഹാബലിയെ പോലെ അഭിമാനിക്കണ്ട അല്ലേ? ഞാനാണ് ഇവൻ്റെ അച്ഛൻ, ഞാനാണ് ഇവൻ്റെ അമ്മ എന്നുള്ള അഭിമാനമൊന്നും വേണ്ട. യശോദ കണ്ടില്ലേ കൃഷ്ണനെ? എൻ്റെ മകനെ ഞാൻ പിടിച്ച് ബന്ധിക്കും എന്നൊക്കെ അഭിമാനിച്ചു. നടന്നു? നടക്കില്ല. അഭിമാനം കൊണ്ടൊന്നും നടക്കില്ല. ഓർമ്മിക്കുക. അപ്പോൾ ആ ഭഗവാൻ ശബ്ദത്തെ അടക്കി വെച്ചിരുന്നു. അത് പിന്നീടാണ് പുറത്തേക്ക് മറ്റുള്ളവരൊക്കെ കേൾക്കാൻ പോകുന്നത്, ഗോകുലം മുഴുവൻ മുഴങ്ങുന്നത്. അപ്പം ഇങ്ങനെ ഭയങ്കര ശബ്ദത്തോടുകൂടി ആ രണ്ട് വൃക്ഷങ്ങൾ പതിച്ചപ്പോൾ അതിൽ നിന്ന് അഗ്നിജ്വാലകൾ പോലെ തേജസ്വികളായിട്ടുള്ള രണ്ട് ദേവതുല്യന്മാരായിട്ടുള്ള ശരീരികൾ പുറത്തേക്ക് വന്നു. അവര് കൃഷ്ണനെ പ്രണമിച്ചുകൊണ്ട് ബദ്ധാഞ്ജലി വിരജസൗ ഇതമൂജതുസ്മ, അഞ്ജലി കൂപ്പിക്കൊണ്ട് രജോഗുണരഹിതരായിട്ടുള്ള അവര് ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഭഗവാനെ സ്തുതിച്ച സ്തുതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 33-ാം ശ്ലോകം വരെയുള്ള സ്തുതികൾ കണ്ടു. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ത്വമാദ്യഃ പുരുഷഃ പരഃ വ്യക്താവ്യക്തമിദം വിശ്വം രൂപം തേ ബ്രാഹ്മണാ വിദുഃ. അല്ലയോ മഹായോഗേശ്വരനായ ഭഗവാനെ, അങ്ങാണ് ഈ ലോകത്തിന്റെ മുഴുവൻ ആദ്യൻ. അങ്ങയിൽ നിന്നാണ് ഈ പ്രകൃതിയെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഈ വ്യക്തവും അവ്യക്തവുമായിട്ടുള്ള ഇതം രൂപം തേ, തവ അല്ലെങ്കിൽ അങ്ങയിൽ നിന്ന് ഉണ്ടായതാണ്. ത്വത്തഃ ജാതം ത്വയ്യേവ തിഷ്ഠതി ത്വയ്യേവ ലയം പ്രാപ്നോതി. അപ്പൊ അത് അങ്ങ് തന്നെയാണ്. വ്യക്താവ്യക്തം ഇതം, സ്ഥൂലവും സൂക്ഷ്മവുമായുള്ള ഈ രൂപം, ഈ വിശ്വം അങ്ങയുടേതാണെന്ന് വിവേകമുള്ള അറിവുള്ളവർക്കെല്ലാം അറിയാം. ബ്രാഹ്മണാ വിദുഃ. അപ്പൊ ഈ തത്വം ആരൊക്കെ അറിയുന്നുവോ അവരൊക്കെയാണ് ബ്രാഹ്മണർ എന്ന് മനസ്സിലാക്കുക. അല്ലാതെ ഏതെങ്കിലും പ്രത്യേക അച്ഛനും അമ്മയ്ക്കും ജനിച്ച് എന്തെങ്കിലും വേഷം കെട്ടി നടക്കുന്നവരെ അല്ല ഇവിടെ ഉദ്ദേശിച്ചത്. ഈ അറിവുള്ളവർ, ഈ ബ്രഹ്മജ്ഞാനം, ഈ പ്രപഞ്ചത്തിന്റെ സത്യത്തെക്കുറിച്ചിട്ടുള്ള ജ്ഞാനം. ത്വമേകഃ സർവഭൂതാനാം ദേഹാസ്വാത്മേന്ദ്രിയേശ്വരഃ
ത്വമേവ കാലോ ഭഗവാൻ വിഷ്ണുരവ്യയ ഈശ്വരഃ. അങ്ങ് തന്നെയാണ് സകല ഭൂതങ്ങളുടെയും ദേഹവും പ്രാണനും ആത്മാ അഹങ്കാരവും അഥവാ മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാറ്റിൻ്റെയും നിയന്താവും. അങ്ങ് തന്നെയാണ് കാലസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ. അങ്ങ് അവ്യയനാണ്, വിഷ്ണുവാണ്, സർവവ്യാപിയാണ്, എല്ലാറ്റിൻ്റെയും നിയന്താവാകുന്നു. ത്വം മഹാൻ പ്രകൃതി സൂക്ഷ്മാരജസത്വതമോമയി ത്വമേവ പുരുഷോദ്യക്ഷ സർവക്ഷേത്രവികാരവിത്. അങ്ങ് തന്നെയാണ് മഹത്തത്വം എന്നും അതുപോലെ സത്വരജസ്തമോമയിയായിരിക്കുന്ന സൂക്ഷ്മാ പ്രകൃതിയും അങ്ങ് തന്നെയാകുന്നു. അങ്ങ് തന്നെയാണ് പൂർണ്ണനായ പുരുഷൻ. അങ്ങ് തന്നെയാണ് എല്ലാ പുരികളിലും ജീവനായും ഇരിക്കുന്നവൻ. അങ്ങ് ലോകത്തിൻ്റെ അധ്യക്ഷനാകുന്നു. അങ്ങ് സർവക്ഷേത്ര വികാരങ്ങളെയും അറിയുന്നവനാണ്. ഗൃഹ്യമാണൈസ്ത്വമഗ്രാഹ്യോ വികാരൈഃ പ്രാകൃതൈർഗുണൈഃ കോന്വിഹാർഹതി വിജ്ഞാതും പ്രാക്സിദ്ധം ഗുണസംവൃതഃ. അപ്പോൾ പ്രാകൃതൈർഗുണൈഃ വികാരൈഃ ഗൃഹ്യമാണൈഃ ത്വം അഗ്രാഹ്യഃ. പ്രകൃതിയുടെ വികാരങ്ങളായിരിക്കുന്ന ഇന്ദ്രിയ മനോബുദ്ധികളാകുന്ന ഉപകരണങ്ങളെ കൊണ്ടൊന്നും അതിന് കാരണമായിരിക്കുന്ന അങ്ങയെ അറിയാൻ സാധ്യമല്ല. ഗുണസംവൃതനായിരിക്കുന്ന ഒരാൾക്ക് പ്രാക്സിദ്ധനായിരിക്കുന്ന അങ്ങയെക്കുറിച്ച് വിജ്ഞാതും നാർഹതി കോൻവിഹാർഹതി. ആരർഹിക്കുന്നു? ആർക്ക് അതിന് കഴിവുള്ളത്? അല്ലേ? നമ്മുടെ മുത്തശ്ശൻ്റെ ചരിത്രം നമുക്കറിയോ? മുതുമുത്തശ്ശന്മാരുടെ ചരിത്രം അറിയുമോ? അവരുടെയൊക്കെ മുമ്പിലുള്ളവരുടെ പേര് പോലും അറിയുമോ? ഒന്നും അറിയില്ല. അപ്പോൾ മുമ്പേ ഉണ്ടായിരുന്നവരുടെ കാര്യമൊന്നും പിന്നാലെ വന്നവർക്ക് അറിയാൻ കഴിയില്ല. അഥവാ കാര്യത്തിന് കാരണത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിയാൻ സാധ്യമല്ല. അതുകൊണ്ട് നമസ്കാരം, വേറൊന്നും ചെയ്യാനില്ല. തസ്മൈ തുഭ്യം ഭഗവതേ വാസുദേവായ വേദസേ ആത്മദ്യോതഗുണൈ ഛന്നമഹിംനേ ബ്രഹ്മണേ നമഃ. ഭഗവതേ വാസുദേവായ വേദസേ തുഭ്യം തസ്മൈ നമഃ. അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. അങ്ങയിൽ നിന്ന് തന്നെ പ്രകാശിക്കുന്ന ഗുണങ്ങളെ കൊണ്ട് അങ്ങയുടെ മഹിമാവിനെ മറച്ചിരിക്കുകയാണ്. അങ്ങ് വാസ്തവത്തിൽ എന്താ പറയുക, നിഷ്കള ബ്രഹ്മമാകുന്നു. യാതൊരു മറവുമില്ലാത്ത ശുദ്ധ ബ്രഹ്മമാണ്. എങ്കിലും ആ ബ്രഹ്മത്തിന് ഈ മറവിനെ സൃഷ്ടിക്കാനുള്ള കഴിവും കൂടിയുണ്ട്. മറവും ഈ ബ്രഹ്മത്തിന്റെ വിഭൂതിയാകുന്നു. അതിനെ തന്നെയാണ് മായ എന്ന് പറയുന്നത്. അതിനെ തന്നെയാണ് പ്രകൃതി എന്ന് പറയുന്നത്. അതിനെ തന്നെയാണ് ഉപാധികൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഉപാധികളെ കൊണ്ട് ആത്മദ്യോതഗുണൈഹി ഛന്നമഹിംനേ, സ്വയം മറഞ്ഞിരിക്കുന്നവനെ. ഉദാഹരണം പറഞ്ഞു, സൂര്യനിൽ നിന്ന് സൂര്യന്റെ താപം കൊണ്ടുണ്ടാകുന്ന മേഘങ്ങൾ സൂര്യനെ മറയ്ക്കും പോലെ. മറയ്ക്കുന്നുണ്ടോ? സൂര്യനെ മറയ്ക്കാൻ സാധ്യമാണോ? ഒട്ടുമില്ല. ചിന്തിക്കാൻ പോലും ആവില്ല. മേഘങ്ങൾക്ക് സൂര്യന്റെ അടുത്തെത്താൻ പോലും സാധിക്കില്ല. എത്രയോ ദൂരെ നമ്മുടെ ഭൂമിയുടെ ഇത്ര കിലോമീറ്റർ മുകളിൽ മാത്രമാണ് മേഘങ്ങൾ. അതിൻ്റെ മുകളിലാണ് നമ്മൾ വിമാനങ്ങളൊക്കെ പറന്നു പോകുന്നത്, അല്ലേ? മേഘങ്ങളുടെ മുകളിലൂടെയാണ് നമ്മൾ വിമാനത്തിൽ പറന്നു പോകുന്നത്. അപ്പം മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ, മേഘത്തിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അനന്തമായിട്ടുള്ള നീലാകാശം മാത്രമേ ഉള്ളൂ. അവിടെ മേഘങ്ങളൊന്നുമില്ല, അവിടെ മറവുമില്ല. അവിടെ സൂര്യൻ വെട്ടിത്തിളങ്ങുന്നത് കാണാം. അപ്പോൾ നമ്മുടെ കണ്ണുകളെയാണ് മറയ്ക്കുന്നത്. ഒരു ലോക്കൽ ഏരിയയിലെ ആളുകളുടെ കണ്ണുകളെ മറയ്ക്കാൻ മാത്രമേ മേഘങ്ങൾക്ക് കഴിവുള്ളൂ. അതെല്ലായിടത്തും മറയുന്നില്ല. ഇവിടെ മേഘമുള്ളപ്പോൾ തിരുവനന്തപുരത്ത് മേഘമില്ല, കോഴിക്കോട് മേഘമില്ല, കോയമ്പത്തൂർ മേഘമില്ല. അത് മേഘം ഏതെങ്കിലും മലയിൽ തടഞ്ഞു നിൽക്കുന്നുണ്ടാവും, അതിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ടാവില്ല. ഇത്രേ ഉള്ളൂ. അപ്പം മേഘങ്ങൾക്ക് സൂര്യനെ മറയ്ക്കാൻ ഒരു കഴിവുമില്ല. എന്നാൽ നമ്മൾ പറയുന്നു സൂര്യൻ മറഞ്ഞിരിക്കുന്നു എന്ന്. എന്തുകൊണ്ട്? നമ്മുടെ ആലോചന രാഹിത്യം കൊണ്ട്, മൂഢത കൊണ്ട്. സൂര്യനല്ല മറഞ്ഞിരിക്കുന്നത്, എൻ്റെ കണ്ണുകളെ മേഘം മറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ശീലിക്കണം. നമ്മൾ അങ്ങനെ പറഞ്ഞ് ശീലിക്കണം. അതുകൊണ്ട് എനിക്ക് സൂര്യനെ കാണുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. വിപരീതമായി ചിന്തിച്ച് ശീലിക്കണം.
ഇതുവരെ നമ്മൾ മറ്റൊരു തരത്തിൽ ഓറിയൻറ്റേഷൻ സംഭവിച്ചിരിക്കുകയാണ്. അതിനെ ഇനി ഒരു എന്താ പറയുക, മറിച്ച് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള ആ സ്തുതി തുടരുകയാണ്. നമുക്ക് കാണാം. 34 മുതൽക്കുള്ളതായിട്ടുള്ള സ്തുതി തുടരാം. യസ്യാവതാരാ ജ്ഞായന്തേ ശരീരേഷു അശരീരിണഃ തൈസ്തൈരതുല്യാതിശയൈർവീര്യൈർദേഹിഷു അസംഗതൈഃ സ ഭവാൻ സർവലോകസ്യ ഭവായ വിഭവായ ച അവതീർണോംശഭാഗേന സംപ്രതം പതിരാശിഷാം. യസ്യാവതാരാ ജ്ഞായന്തേ ശരീരേഷു അശരീരിണഃ തൈസ്തൈരതുല്യാതിശയൈർവീര്യൈർദേഹിഷ്വസംഗതൈഃ സ ഭവാൻ സർവലോകസ്യ ഭവായ വിഭവായ ച അവതീർണോംശഭാഗേന സംപ്രതം പതിരാശിഷാം. യസ്യ അവതാരാः ജ്ഞായന്തേ ശരീരേഷു അശരീരിണഃ തൈഃ അതുല്യാതിശയൈഃ വീര്യൈഃ ദേഹിഷു അസംഗതൈഃ. അപ്പോ അശരീരിണഃ യസ്യ, അങ്ങ് ആരാണ്? അശരീരിയാണ്. അശരീരി ശരീരരഹിത. ന ശരീരം അസ്യ, ശരീരമുള്ളവരെയാണ് ശരീരി എന്ന് പറയുന്നത്. ശരീരം അസ്യ അസ്തീതി ശരീരി, ശരീരമില്ലാത്തവനോ അശരീരി. ഭഗവാൻ അശരീരിയാണ്. അശരീരിണഃ യസ്യ, ഏതൊരു അങ്ങേക്ക് ശരീരേഷു അവതാരാः ജ്ഞായന്തേ, ശരീരേഷു മറ്റുള്ള ശരീരങ്ങളിലൊക്കെ അവതാരാഹ ഇറങ്ങി വരുന്നതായിട്ട് ജ്ഞായന്തേ അറിയപ്പെടുന്നു. അങ്ങ് വേഷം കെട്ടി ഇറങ്ങലാണ് അങ്ങയുടെ അവതാരം എന്നറിയപ്പെടുന്നു. അപ്പൊ അതാണ് മത്സ്യ കൂർമ്മ വരാഹ നൃസിംഹ വാമന പരശുരാമ ശ്രീരാമ ബലരാമ ശ്രീകൃഷ്ണ കൽക്കി ആദി തീരുന്നില്ല, 10 അനന്തമായിട്ടുള്ള അവതാരങ്ങൾ ഭഗവാൻ സ്വീകരിച്ചിരിക്കുന്നു. എല്ലാ ശരീരികളിൽ അശരീരിയായ അങ്ങ് ഇറങ്ങി വന്ന് വേഷം കെട്ടിയതാണ്. ഈ അല്ലേ കോസ്റ്റ്യൂംസ് അല്ലെങ്കിൽ ആ റോബ്സ് എടുത്ത് സ്വയം അണിഞ്ഞിരിക്കുകയാണ്. പല പ്രതീകാത്മകമായ അടയാളങ്ങളോടുകൂടി. അപ്പോൾ ശരീരമില്ലാത്ത അങ്ങ് ശരീരം സ്വീകരിച്ച് വരുന്നതിനെയാണ് അവതാരം എന്ന് പറയുന്നത്. വേഷം കെട്ടി ഇറങ്ങുന്നതിനെയാണ് അവതാരം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അതൊക്കെ എങ്ങനെയുള്ളതാണ്? അവതാരങ്ങളൊക്കെ തൈഹി അവതാരൈഹി, അതൊക്കെ തൈഹി അതിശയൈഹി വീര്യൈഹി, അതിശയങ്ങളായ വീര്യങ്ങളാണ് അതിലൊക്കെ ഉള്ളത്. എങ്ങനെയുള്ളത്? അതുല്യ അതിശയൈർ വീര്യ, അതുല്യ അതിശയൈഹി. അപ്പൊ അതുല്യ അനതിശയ വീര്യങ്ങൾ എന്ന് ഓരോന്നോരോന്നായി എടുക്കുമ്പോൾ പറയാം. ഭഗവാന് തുല്യമായിട്ടുള്ള വീര്യം വേറെ ആർക്കും ഇല്ല. അപ്പൊ ഭഗവാന്റെ വീര്യം അതുല്യമാണ്. എന്നുവെച്ചാൽ അവതാരങ്ങൾ മറ്റു സാധാരണ ജന്തുക്കളെ പോലെ, മനുഷ്യരെ പോലെ, ദേവാദികളെ പോലെ അല്ല. യദ്യത് വിഭൂതിമത് സത്വം ശ്രീമദൂർജിതമേവ വാ തത്തദേവ അവഗച്ഛത്വം മമ തേജോംശ സംഭവ. ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാന്റെ അവതാരങ്ങളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ, റെക്കഗ്നൈസ് ചെയ്യാൻ ഉള്ളൊരു എന്താ പറയുക, ഒരു ക്ലൂ തന്നതാണ് ഭഗവാൻ.
എന്താണ് ക്ലൂ? വിഭൂതിമത് സത്വം, വിഭൂതിയോടുകൂടിയത്. വിഭൂതി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരിൽ വെച്ച് വിശേഷമായിട്ടുള്ള ഭൂതിയോട് കൂടിയത്, വിശേഷമായ പ്രഭാവത്തോടു കൂടിയത്, ഐശ്വര്യത്തോടു കൂടിയത്. മറ്റുള്ളവർക്ക് കാണുമ്പോൾ തന്നെ എന്തൊക്കെയോ ആരാധനയും ആദരവും ബഹുമാനവും എല്ലാം തന്നെത്താൻ ഉണ്ടാകുന്ന ഒരു പ്രഭാവം. ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവരുടെ മനസ്സിനെ കീഴ്പ്പെടുത്താനുള്ള കഴിവ്, അങ്ങനെയുള്ളവരാണ് വിഭൂതികൾ. അപ്പൊ അങ്ങനെയുള്ള വിഭൂതിമത്താണ്. അതാണ് ഇവിടെ അതുല്യ അതിശയൈഹി. ഇവിടെ അതുല്യം, ഭഗവാന് തുല്യമായിട്ടും ആരുമില്ല, ഭഗവാനെ അതിശയിക്കാനും ആരുമില്ല. ഭഗവാൻ അനതിശയനാണ്. അതിശയിക്കുക എന്ന് പറഞ്ഞാൽ കടന്ന് നിൽക്കുക. അതിശയത്തെ അതിക്രമ്യ ശയത്തെ ഇത് അതിശയ, അങ്ങോട്ട് കടന്ന് കവച്ച് നിൽക്കുക. നിന്നേക്കാൾ വലുതാണ് ഞാനെന്നുള്ള ഒന്നുകൂടി ഒന്ന് മുമ്പിലേക്ക് നിൽക്കലാണ്, മുകളിലോട്ട് പൊങ്ങി നിൽക്കലാണ് അതിശയിക്കൽ. അതിന് ആരുമില്ല. ഭഗവാനേക്കാൾ ഒന്നുകൂടെ പൊങ്ങി നിൽക്കാൻ, ഒന്നുകൂടെ മുകളിലേക്ക് കടന്നു നിൽക്കാൻ, ഭഗവാനെ അതിക്രമിക്കാൻ സാമർഥ്യമുള്ളവർ ഈ ലോകത്ത് ആരുമില്ല. അങ്ങനെയുള്ള വീര്യങ്ങളാണ് ഭഗവാനുള്ളത്. അതാണ് ദേഹിഷു അസംഗതൈഹി എന്ന് പറയുന്നത്. ദേഹിഷു എന്ന് പറഞ്ഞാൽ സാധാരണ ദേഹികൾക്ക് അസംഗതങ്ങളാണ്. അസംഗതങ്ങൾ ന സംഗതഃ, ചേരാത്തത്, അപ്രോപ്രിയേറ്റ് അല്ലാത്തത്. ദേഹികൾക്ക്, സാധാരണക്കാർക്ക് ഈ പറയുന്ന വീര്യങ്ങള്, ഇത്രയും അത്ഭുതമായിട്ടുള്ള പ്രഭാവങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല. അത് ഓർഡിനറി, സാധാരണക്കാരൊക്കെ അതുപോലെ. അപ്പൊ സാധാരണക്കാരേക്കാൾ കവച്ചു നിൽക്കുന്ന, മുന്തി നിൽക്കുന്ന, പ്രഭാവമേറിയ, എല്ലാവരെയും നിഷ്പ്രഭരാക്കുന്ന ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസംഹാരി വീര്യം. ആ വിശ്വതേജോഹരാണാം തേജസംഹാരി വീര്യം, അതാണ് ഇവിടുത്തെ പ്രയോഗം. അതുല്യ അതിശയൈർ വീര്യൈഹി, അങ്ങനെയുള്ള മറ്റുള്ളവർക്ക് കോമൺ അല്ലാത്തതും, ദേഹിഷു അസംഗതൈഹി വീര്യൈഹി, അങ്ങ് അവതാരങ്ങൾ എടുക്കുന്നു, ദേഹങ്ങൾ സ്വീകരിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് ആ അവതാരങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? സഭവാൻ സർവലോകസ്യ ഭവായ വിഭവായ ച അവതീർണോ അംശഭാഗേന സാമ്പ്രതം പതിരാശിഷാം. അപ്പൊ അങ്ങ് എല്ലാവരുടെയും ആശിഷാം പതിയാണ്. ആശിസ്സുകളെ അനുഗ്രഹിച്ചു കൊടുക്കുന്ന സാമർഥ്യമുള്ളവനാണ്, വരദാനമൂർത്തിയാണ്. അങ്ങനെ ഇരിക്കുന്ന അങ്ങ് സഹ ഭവാൻ, ആ അങ്ങ് സർവലോകസ്യ ഭവായ, എല്ലാ ലോകങ്ങളുടെയും സംഭവത്തിന്, ഉത്ഭവത്തിന്, അതിൻ്റെയൊക്കെ നിലനിൽപ്പിന്, സംഭവായ, സംഭവത്തിനായിക്കൊണ്ടും, സംഭവായ എന്ന് പറയുമ്പോൾ ഭവായ സംഭവായ, ഭവം എന്നുള്ളത് സംഭവം, വിഭവായ എന്നാ പറഞ്ഞത്. വിഭവം എന്നാൽ അതിൻ്റെ മുക്തിക്കായിക്കൊണ്ട്, ഇല്ലാതെയാവുക, അഭാവം തന്നെയാണ് ഇവിടെ വിഭവം, വിപരീത ഭാവം. ഇപ്പൊ എല്ലാവരുടെയും മുക്തിക്കും അംശഭാഗേന, അങ്ങയുടെ പൂർണ്ണ ഭാവത്തോടും എല്ലാ അംശങ്ങളോടും കൂടി സാമ്പ്രതം അവതീർണ, ഇപ്പൊ ഇതാ അവതരിച്ചിരിക്കുന്നു. അങ്ങ് പല അവതാരങ്ങളും മുമ്പ് ലോകാനുഗ്രഹത്തിന് വേണ്ടി പല വീര്യങ്ങളോടും കൂടി, പ്രഭാവത്തോടു കൂടി എടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒരു പൂർണ്ണ അവതാരമാകുന്നു ഇതാ ഇത്. ഇവിടെ അംശഭാഗേന എന്നുള്ളത് അംശഭാഗേന സഹ അവതീർണ, അല്ലാതെ അംശഭാഗത്തോടുകൂടി മാത്രം എന്നുള്ള അർത്ഥത്തിലല്ല. ഭഗവാൻ അവതരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ അംശങ്ങളെയും കൂടെ കൂട്ടിക്കൊണ്ട്, ഓൾ ഇൻക്ലൂസീവായിട്ട്, അശേഷ ഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള പൂർണ്ണാവതാരമായിട്ട് ഇപ്പതാ അങ്ങ് സാമ്പ്രതം അവതീർണ, സാമ്പ്രതം നൗ എന്നർത്ഥം, ഇപ്പോൾ അവതരിച്ചിരിക്കുന്നു ഈ കൃഷ്ണരൂപത്തിൽ. ഞങ്ങളത് മനസ്സിലാക്കുന്നു. അത് നാരദ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടത്ര സംസ്കാരം ഉണ്ടായിട്ടുണ്ട്, സൂചനകൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ അങ്ങേക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അങ്ങ് ആ കാരുണ്യം കൊണ്ട് ഞങ്ങളെ രക്ഷിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ആ സ്ഥാവരാവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകിയിരിക്കുന്നു. ഇത് അങ്ങേപ്പോലെ ഒരാൾക്കേ സാധിക്കുള്ളൂ, വേറൊരാൾക്ക് സാധിക്കില്ല. അപ്പൊ അത് ഞങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്ന് പറയണം.
യസ്യാവതാരാജ്ഞായന്തെ ശരീരേഷു അശരീരിണഃ തൈസ്തൈരതുല്യാതിശയൈർ വീര്യൈർദേഹിഷു അസംഗതൈഃ സ ഭവാൻ സർവലോകസ്യ ഭവായ വിഭവായ ച അവതീർണംശഭാഗേന സാമ്പ്രതം പതിരാശിഷം. അതുകൊണ്ട് വീണ്ടും വീണ്ടും അങ്ങേക്ക് നമസ്കാരം. നമഃ പരമകല്യാണ നമഃ പരമമംഗള വാസുദേവായ ശാന്തായ യദൂനാം പദയേ നമഃ. നമഃ പരമകല്യാണ നമഃ പരമമംഗള വാസുദേവായ ശാന്തായ യദൂനാം പതയേ നമഃ. പരമകല്യാണ തുഭ്യം നമഃ, പരമമംഗള തുഭ്യം നമഃ, വാസുദേവായ നമഃ, ശാന്തായ നമഃ, യദൂനാം പതയേ നമഃ. വീണ്ടും വീണ്ടും സറണ്ടർ ചെയ്യുന്നു ഞങ്ങൾ. അങ്ങ് തന്നെയാണ് എല്ലാം എല്ലാം എല്ലാറ്റിൻ്റെയും ഉടമസ്ഥനും. പരമകല്യാണൻ അങ്ങ് തന്നെയാകുന്നു. ഈ ലോകത്തിന് മുഴുവൻ മംഗളത്തെ കൊടുക്കുന്നത്, കല്യാണത്തെ കൊടുക്കുന്നത് അങ്ങ് തന്നെയാണ്. മംഗളാനാം ച മംഗളം. ഇതാണ് പരമകല്യാണ പരമമംഗള. ഏറ്റവും ഉത്കൃഷ്ടമായ ആനന്ദത്തെ നൽകുന്നവനെ, ലോകത്തിന് മുഴുവൻ മംഗളത്തെ നൽകുന്നവനെ, ശ്രേയസ്സിനെയും പ്രേയസ്സിനെയും നൽകി എല്ലാവരെയും അനുഗ്രഹിക്കുന്നവനെ എന്നൊക്കെ പല അർത്ഥം. വാസുദേവായ, എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്നവനായ അങ്ങേക്ക് നമസ്കാരം. ഇപ്പതാ വസുദേവ പുത്രരൂപത്തിലും വാസുദേവനായിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. അങ്ങ് ശാന്തസ്വരൂപനാണ്. ശാന്താകാരം ഭുജഗശയനം. ശാന്തസ്വരൂപനാണ്. കാരണം അറിവും വലിപ്പവും വർദ്ധിക്കും തോറും നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കും തോറും ശാന്തി വർദ്ധിക്കും. നമ്മൾക്ക് അശാന്തി ഉണ്ടെങ്കിൽ നമ്മുടെ സങ്കുചിത ഭാവങ്ങളാണ് അതിന് കാരണം. നമുക്ക് എന്തെങ്കിലും അക്ഷമ, അശാന്തി, കോപം, അജിറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് കാരണം നമ്മൾ സ്വയം ചെറുതായിരിക്കണം. ചെറുതാവും തോറും നമുക്ക് അസഹിഷ്ണുത, ടോളറൻസ് കുറയും. വലുതാവും തോറും ടോളറൻസ് കൂടും. എന്തിനേയും സഹിക്കാനുള്ള വലുപ്പം നമുക്ക് ഉണ്ടാവണം. എപ്പോഴാണ് ഉണ്ടാവുക? ഈ ആത്മബോധത്തിൽ മാത്രം. ഈ ആത്മബോധമാണ് നമ്മളെ വലുതാക്കുന്നത്. നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ആ മഹത്വം, ആത്മചൈതന്യം, അതാണ് ഞാൻ എന്നുള്ള റെക്കഗ്നിഷൻ, അത് നമ്മളെ വലുതാക്കും. ആ വലുപ്പത്തിൽ നമുക്ക് മറ്റുള്ളവരെന്തെങ്കിലുമൊക്കെ നമ്മളെ പറഞ്ഞാലും ചെയ്താലും നുള്ളിയാലും നോവിച്ചാലും നോണ്ടിയാലും കൊഞ്ഞനം കാണിച്ചാലും ചിരി വരും. അവരോട് കരുണ തോന്നും. അയ്യോ പാവം എന്ന് തോന്നും. അപ്പം നമ്മൾ വലുതാവണം, ലോകം ചെറുതാവാൻ, അല്ലേ? നമ്മുടെ അനുഭവങ്ങളൊക്കെ നിസ്സാരമാവാൻ നമ്മൾ വലുതാവാൻ ശ്രമിക്കൂ. ഓരോരുത്തരും വലുതാവാൻ ശ്രമിക്കൂ. ചെറുതാവാതിരിക്കൂ. എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കൂ. സ്വയം വലുതാവുക. എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള വലുപ്പം നേടുക. ഏത് സാഹചര്യത്തെയും ഉൾക്കൊള്ളാനുള്ള വലുപ്പം നേടുക. നമുക്ക് ശ്രമിച്ചുകൊണ്ടേയിരിക്കാം. അതിനാണ് നമുക്ക് ഇതൊക്കെ പഠിക്കുന്നത്. നമ്മൾ ആധ്യാത്മിക ശാസ്ത്രങ്ങളൊക്കെ പഠിക്കുന്നത് ഈ ഒരു വലുപ്പം ഉണ്ടാവാനാണ്. ഇപ്പോൾ ശാന്തായ, ശാന്തി എന്നുള്ളത് ഏറ്റവും ശക്തന്മാർക്കുണ്ടാകുന്ന, ഏറ്റവും വലിയവർക്കുണ്ടാകുന്ന ഒരു ഗുണമാണ്. വലിയ ആനകളെ കണ്ടിട്ടില്ലേ? നല്ല വലിയ മതയാനകൾ, മറ്റേ കൊമ്പൻ ആനകളൊക്കെ, അവരെ കാണുന്നതേ നമുക്ക് ശാന്തിയാണ്. വളരെ കൂളായിട്ട് നിൽക്കുന്നുണ്ടാവും. ഈ പാപ്പാന്മാർ വല്ലാതെ പീഡിപ്പിച്ച് ഉപദ്രവിച്ച് വേദന സഹിക്കാൻ വയ്യാത്ത അവസ്ഥയിലും മതം പൊട്ടിയ അവസ്ഥയിലും ഒക്കെ കുറച്ചൊരു വിഷമം ഉണ്ടാവും. അതല്ലാത്തൊരു നോർമൽ സ്റ്റേജിൽ ആ ആനകളൊക്കെ എത്ര ശാന്തരാണ്.
കണ്ടുകൊണ്ടിരിക്കുന്നതേ ആനന്ദം. നമ്മുടെ ഉള്ളിൽ ശാന്തി വരും. അവരിങ്ങനെ തലയും ആട്ടി ചെവിയും ആട്ടി പതുക്കെ ഒരു പട്ടയെടുത്ത് അതിനെ വീശി വീശി ശരീരത്തിലൊക്കെ തട്ടി കുടഞ്ഞ് പതുക്കെ പതുക്കെ തിന്ന് ചവച്ച് ഒരാർത്തിയും ഒരു വെപ്രാളവും കാണിക്കാതെ ആക്രാന്തം കാണിക്കാതെ പതുക്കെ വാലാട്ടിക്കൊണ്ട് കാലൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് അനക്കി ചൊറിഞ്ഞ് നിൽക്കുന്നതായിട്ടുള്ള ഒരു നിൽപ്പുണ്ടല്ലോ, അതൊരു ഗംഭീരമായിട്ടുള്ള നിൽപ്പാണ്. അത് എത്ര കണ്ടാലും മതിയാവില്ല. നമുക്ക് കടൽ കാണും പോലെയാണ്. അപ്പം അത് എന്തുകൊണ്ടാണ്? അതിൻ്റെ കോൺഫിഡൻസാണ്, അതിൻ്റെ വലുപ്പത്തിലുള്ള, അതിൻ്റെ ശക്തിയിലുള്ള അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതിൽ എല്ലാം നിസ്സാരമായിട്ട് തോന്നും. അതിൻ്റെ മേലെ വല്ല ഈച്ച വന്നിരുന്നാലോ കൊതു വന്നിരുന്നാലോ ഉറുമ്പ് വന്നിരുന്നാലോ ഒന്നും അതിന് കാര്യമായിട്ടൊന്നും ബാധിക്കില്ല. അല്ലെങ്കിൽ പക്ഷികൾ വന്നിരുന്നാലോ ഒന്നും മൈൻഡ് ചെയ്യില്ല. കാക്കയും അല്ലേ മറ്റു പല പക്ഷികളൊക്കെ ചിലപ്പോൾ അതിൻ്റെ മുഖത്ത് വന്നിരിക്കും, അത് മൈൻഡ് ചെയ്യില്ല. അപ്പോൾ വലുപ്പം വയ്ക്കുക, നമുക്ക് വലുതാവാൻ ശ്രമിക്കാം ശാന്തിക്കായിക്കൊണ്ട്. ശാന്തിക്ക് എന്താ വഴി എന്ന് ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കും. ശാന്തിക്കുള്ള വഴി വലുതാവുക. സമുദ്രം ആഴം കൂടുന്തോറുമാണ് ശാന്തമാകുന്നത്, അല്ലേ? തീരത്തേക്ക് വരുംതോറും ആഴം കുറയും തോറും അവിടെയാണ് തിരകളുള്ളത്. അഗാധ ഗംഭീരമായിട്ടുള്ള സമുദ്രത്തിൽ ശാന്തിയാണ്, ശാന്ത സമുദ്രം. നമുക്ക് ശാന്തരാവാൻ ശ്രമിക്കാം. ശാന്തായ യദൂനാം പതയേ നമഃ. അപ്പോൾ യാദവന്മാരുടെ മുഴുവൻ നാഥനായിക്കൊണ്ട് രക്ഷകനായിക്കൊണ്ട് നമസ്കാരം. നമഃ പരമകല്യാണ നമഃ പരമമംഗള വാസുദേവായ ശാന്തായ യദൂനാം പതയേ നമഃ. അനുജാനീഹി നൗ ഭൂമൻ തവാനുചര കിങ്കരൗ ദർശനം നൗ ഭഗവതഃ ഋഷേരാസീദനുഗ്രഹാത്. അനുജാനീഹി നൗ ഭൂമൻ തവാനുചര കിങ്കരൗ ദർശനം നൗ ഭഗവതഃ ഋഷേരാസീദനുഗ്രഹാത്. ഭൂമൻ, ഭൂമൻ വലിയവനെ, ബ്രഹ്മസ്വരൂപനായിരിക്കുന്നവനെ, സർവവ്യാപകനായിരിക്കുന്നവനെ എന്നൊക്കെ അർത്ഥം. ഹേ ഭൂമൻ, തവ അനുചര കിങ്കരൗ നൗ. നൗ ഞങ്ങൾ രണ്ടുപേർ, തവ അനുചര കിങ്കരൗ അങ്ങയുടെ ദാസന്മാരാണ്, ദാസന്റെ ദാസന്മാരാണ്, അനുചരന്മാരുടെ കിങ്കരന്മാരാണ്. അങ്ങയുടെ അനുചരന്മാര് നാരദനെ പോലെയുള്ള മഹാത്മാക്കൾ, അവരെ സേവിക്കാനുള്ള കിങ്കരന്മാരായിട്ടുള്ളവരാണ് ഞങ്ങൾ. അങ്ങനെയുള്ള ദാസദാസന്മാരായിട്ടുള്ള നൗ അനുജാനീഹി, അനുജ്ഞ നൽകിയാലും, എന്തിന് പോകാനായിക്കൊണ്ട് യാത്രാനുമതി നൽകിയാലും, അനുജാനീഹി ഋഷേഹേ ഭഗവതഃ അനുഗ്രഹാത്. അവിടെ ഭഗവതഃ എന്നുള്ളത് ഋഷിക്കും ചേരും ഭഗവാനും ചേരും. ഭഗവതഃ ഋഷേഹേ, ഭഗവാനായ സർവജ്ഞനായ ഋഷിയുടെ അനുഗ്രഹം കൊണ്ട് ഭഗവതഃ ദർശനം നൗ ആസീത്. ഭഗവതഃ ഭഗവാനായ അങ്ങയുടെ നിന്തിരുവടിയുടെ ദർശനം ഞങ്ങൾക്ക് സംഭവിച്ചു. അപ്പോൾ ആ നാരദ മഹർഷിയുടെ അനുഗ്രഹമാണ് അങ്ങയെ കാണാനായിട്ട് ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചത്. അതിന് ഞങ്ങൾ അദ്ദേഹത്തിന്റെ ദാസദാസന്മാരാകുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ദാസന്മാരാകുന്നു, അങ്ങയുടെ ദാസദാസന്മാരാകുന്നു. ഞങ്ങൾക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ് എപ്പോഴും നിലനിർത്തി തരണേ. ഞങ്ങൾക്കത് ഓർമ്മയില്ലാതെ പോയി, ഞങ്ങളത് വിസ്മരിച്ചു. നാരദ മഹർഷിയെ പോലൊരു മഹാപുരുഷനെ ഞങ്ങൾ നിന്ദിച്ചു. ഇനി ഒരിക്കലും അത് സംഭവിക്കരുത്. ഇനി ഒരു മഹാത്മാവിനെയും ഞങ്ങൾ നിന്ദിക്കാൻ ഇടവരരുത്. അതിനായിട്ട് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് അടുത്ത് അവരുടെ ഒരു ഗംഭീര പ്രാർത്ഥന, നമുക്കൊക്കെ എപ്പോഴും ഉണ്ടാവേണ്ട പ്രാർത്ഥന. വാണീ ഗുണാനുകഥനേ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർനഃ സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗത് പ്രണാമേ ദൃഷ്ടിഃ സദാം ദർശനേസ്തു ഭവത്തനൂനാം.
വാണീ ഗുണാനുകഥനെ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർനഃ സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗൽ പ്രണാമേ ദൃഷ്ടി സദാം ദർശനേസ്തു ഭവത്തനൂനാം. അതിമനോഹരമായിട്ടുള്ള പ്രാർത്ഥന, എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവേണ്ട പ്രാർത്ഥന. നമ്മൾ പറയാറുണ്ട്, എല്ലാ വീടുകളിലും ഈ ഒരു ശ്ലോകം DTP എടുത്ത് വലുതായിട്ടൊന്ന് ഫ്രെയിം ചെയ്ത് എവിടെയെങ്കിലും തൂക്കിക്കോളൂ, അടുക്കളയിൽ തൂക്കിക്കോളൂ, അല്ലേ, ഡ്രോയിങ് റൂമിൽ തൂക്കിക്കോളൂ, പൂജാമുറിയിൽ വേണമെങ്കിൽ തൂക്കിക്കോളൂ. അവിടെ പോയാൽ പിന്നെ ഓർമ്മ വരും. അപ്പം എവിടെയൊക്കെയാണ് കൂടുതലായിട്ട് നമ്മുടെ വ്യവഹാരം, അവിടെയൊക്കെയാണ് അത് തൂങ്ങേണ്ടത്. ബെഡ്റൂമിലും വേണമെങ്കിലാവാം. അപ്പോൾ നമ്മുടെ കരണങ്ങളെല്ലാം തന്നെ ആ ഭഗവത് സ്മരണയിലും ഭഗവത് സേവയിലും നിർത്താനാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അതാണ് ശരിയായിട്ടുള്ള ഭക്തന്റെ ജീവിതം, ഭാഗവത ധർമ്മം. ആ ഭാഗവത ധർമ്മത്തെ തന്നെയാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഭാഗവത ധർമ്മം എന്താണ്? കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. അവിടെ സമർപ്പയാമി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമ്മൾ എല്ലാ കർമ്മങ്ങളിലും ഉണ്ട്. അതുണ്ടാവാനുള്ളൊരു പ്രാർത്ഥനയാണ്. അതുണ്ടാവണം, അത് വേണ്ടതുപോലെ ഉണ്ടാവണം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് കായേനവാച എന്നുള്ള സ്മരണ നമുക്ക് എപ്പോഴും ഉണ്ടാവാനുള്ള ഒരു പ്രാർത്ഥന. ഇത് കുറെ കാലം പ്രാർത്ഥിച്ചു കഴിയുമ്പോഴാണ് അത് സ്വാഭാവികമായിട്ട് മാറുക. അപ്പൊ എന്താ പ്രാർത്ഥിക്കുന്നത്? അസ്തു എന്നാണ്. അസ്തു എന്ന് പറഞ്ഞാൽ ഭവിക്കട്ടെ. എന്ത് ഭവിക്കട്ടെ? ഞങ്ങൾ രണ്ടുപേരുടെയും വാണി ഗുണാനുകഥനെ അസ്തു. ഞങ്ങളുടെ വാണി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വാക്കിന്ദ്രിയം, ഞങ്ങളുടെ നാവ് തവ ഗുണാനുകഥനെ അസ്തു. അങ്ങയുടെ ഗുണങ്ങളെ അനുകഥനം ചെയ്യുന്ന കാര്യത്തിൽ, അനുകഥനം നിരന്തര കഥനം. എപ്പോഴും എന്ത് പറയുമ്പോഴും ഭഗവാന്റെ കാര്യമായിട്ട് മാറട്ടെ. ഭഗവാന്റെ അനുഗ്രഹം എന്ന് ഏത് കാര്യത്തെയും പറയാനായിട്ട് നമുക്ക് കഴിയട്ടെ. ഒന്നും നമ്മുടെ പൊങ്ങച്ചമായി മാറാതിരിക്കട്ടെ. നമ്മുടെ കഴിവുകൊണ്ട്, നമ്മുടെ പ്രയത്നം കൊണ്ട്, നമ്മുടെ ഏതൊക്കെയോ മേന്മ കൊണ്ട് അതൊന്നുമല്ല. അത് തന്നതുപോലും ഭഗവാനാണ്. നമുക്ക് കഴിവുകൾ തന്നത് ഭഗവാനാണ്, അറിവ് തന്നത് ഭഗവാനാണ്, ശേഷി തന്നത് ഭഗവാനാണ്, അതിനുള്ള സാഹചര്യങ്ങൾ തന്നത് ഭഗവാനാണ്. അതിന് ആരൊക്കെ നമ്മളെ സഹായിക്കുന്നുവോ അവരൊക്കെ ഭഗവാൻ തന്നവരാണ്. അങ്ങനെ പറയാറാവണം നമ്മൾ എന്ത് പറയുമ്പോഴും. വാണി ഗുണാനുകഥനെ, ഭഗവാന്റെ ഗുണങ്ങളെ കീർത്തിക്കാൻ, ഭഗവാന്റെ ലീലകളെക്കുറിച്ച് വർണ്ണിക്കാൻ, ഭഗവാന്റെ മാഹാത്മ്യങ്ങളെ വർണ്ണിക്കാൻ. ഭഗവാനാണ് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടിസ്ഥിതി സംഹാര കർത്താവ്, ഇതിന്റെ മുഴുവൻ ഈശ്വരൻ, നിയന്താവ്. നമ്മളൊക്കെ വെറും ഭഗവാന്റെ കയ്യിലെ കളിപ്പാവകൾ മാത്രം, നിമിത്തമാത്രം എന്നെപ്പോഴും പറയാൻ കഴിയട്ടെ. ആ സ്മരണ നമുക്കെപ്പോഴും ഉണ്ടാവട്ടെ. സ്മരണ ഉണ്ടെങ്കിലേ പറയാൻ പറ്റുള്ളൂ. നാവിൽ വരണമെങ്കിൽ ഉള്ളിൽ സ്മരണ ഉണ്ടാവണം. ഉള്ളിൽ എപ്പോൾ ഭഗവാനെ മറക്കണോ, ഭഗവാൻ തന്ന അനുഗ്രഹമാണെന്ന് മറക്കുന്നുവോ, അപ്പോഴൊക്കെ നമ്മൾ ഞാൻ എന്ന് കയറി വരും. ഞാൻ ഇന്നത് ചെയ്തു എന്ന് പറയും. ഇവിടെ ഞാനൊന്നും ചെയ്യുന്നില്ല, എനിക്ക് ചെയ്യാനുള്ള എല്ലാം തന്നത് ഭഗവാനാണ് എന്ന് ഓർമ്മ വരട്ടെ. അപ്പോൾ ഭഗവാന്റെ ഗുണങ്ങളെ കീർത്തിക്കുന്ന കാര്യത്തിൽ എൻ്റെ നാവ് എപ്പോഴും രമിക്കട്ടെ. അങ്ങനെ എൻ്റെ നാവ് പുണ്യമായി തീരട്ടെ, പവിത്രമായി തീരട്ടെ. ഇനി അഥവാ വേറെ ആരോടും സംസാരിക്കാനില്ലെങ്കിലും ഭഗവാന്റെ കീർത്തനങ്ങളെ, ഭഗവാന്റെ നാമങ്ങളെ ആലപിക്കുന്നതായി തീരട്ടെ നാവുകൾ. ശ്രവണൗ കഥായാം, ഞങ്ങളുടെ രണ്ടുപേരുടെയും കർണങ്ങൾ, ശ്രവണൗ രണ്ട് കർണങ്ങൾ, കഥായാമസ്തു അങ്ങയുടെ കഥകൾ കേൾക്കുന്ന കാര്യത്തിലാവട്ടെ.
ഞങ്ങൾ ചെവി തുറന്നാൽ എപ്പോഴും എന്ത് ശബ്ദം കേട്ടാലും അതൊക്കെ ഭഗവാന്റെ കഥയായിട്ട് ഞങ്ങൾക്ക് തോന്നട്ടെ, ഭഗവാന്റെ ലീലകളായിട്ട് തോന്നട്ടെ, ഭഗവാന്റെ പ്രഭാവമായിട്ട് മനസ്സിലാക്കാൻ കഴിയട്ടെ. അങ്ങനെ ഭഗവാന്റെ കഥകൾ കേൾക്കാനുള്ള ഭാഗ്യം എപ്പോഴും ഉണ്ടാവട്ടെ. ആ പൃഥു ചക്രവർത്തിക്ക് 10,000 ചെവിയുടെ അനുഗ്രഹം കൊടുത്തില്ലേ അങ്ങ്, അതുപോലെ ഞങ്ങൾക്കും ഭഗവാന്റെ കഥകൾ കേൾക്കാൻ അനുഗ്രഹം നൽകിയാലും, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ ഭഗവാന്റെ കഥ കേൾക്കാനും സാധിക്കുള്ളൂ. അല്ലെങ്കിൽ വേണ്ടാത്തതൊക്കെ കേട്ടോണ്ടിരിക്കും. TV കാണാനും സിനിമ കാണാനും വേണ്ടാത്ത പ്രാകൃത പാട്ടുകൾ കേൾക്കാനും ആളുകളുമായിട്ട് പരദൂഷണം പറയാനും ഒക്കെ ആയിരിക്കും നമുക്ക് നമ്മുടെ പാപം വലിച്ചഴയ്ക്കുക. ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവുമ്പോൾ, അനുഗ്രഹം ഉണ്ടാവുമ്പോഴാണ് ഭഗവാന്റെ കഥകൾ കേൾക്കാനായിട്ട് ചെവികൾക്ക് ഭാഗ്യം ഉണ്ടാവുക. അതിനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. ഹസ്തൗ ച കർമ്മസു, 2 കൈകൾ. ഹസ്തൗ കർമ്മസു അസ്തു, ഭഗവാന്റെ കർമ്മങ്ങളിൽ ഭവിക്കട്ടെ. ഭഗവാന്റെ കർമ്മങ്ങൾ ചെയ്യുന്ന കിങ്കരന്മാരായി തീരട്ടെ, ദാസന്മാരായി തീരട്ടെ, ഭഗവാന്റെ പൂജകന്മാരായി തീരട്ടെ. കർമ്മസു. മനഃ നഹ, നഹ മനഃ, നഹ ഞങ്ങളുടെ മനസ്സ്, തവ പാദയോഹോ സ്മൃത്യാം. അസ്മൃത്യാം വരെ ഇതിനോട് കണക്റ്റഡ് ആയതുകൊണ്ടാണ് അങ്ങനെ ചൊല്ലുന്നത്. അടുത്ത വരിയിലാണെങ്കിലും അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി മനസ്തവ പാദയോർനഹ സ്മൃത്യാം എന്ന് കോമയിടുക. അപ്പോഴാ ഫ്രൈസ് പൂർണ്ണമാകുന്നത്. അപ്പൊ നഹ മനഃ തവ പാദയോഹോ സ്മൃത്യാമസ്തു. മഹാമനഃ ഞങ്ങളുടെ മനസ്സ്, തവ പാദയോഹോ അങ്ങയുടെ പാദങ്ങളുടെ, സ്മൃത്യാമസ്തു സ്മരണയിൽ ഭവിക്കട്ടെ. അങ്ങയുടെ പാദങ്ങളെ സ്മരിക്കുന്നതാവട്ടെ ഞങ്ങളുടെ മനസ്സ്. പാദോസ്യ വിശ്വാഭൂതാനി, ഭഗവാന്റെ പാദമാകുന്നു ഈ വിശ്വം. ഈ വിശ്വത്തിൽ കാണുന്നതെല്ലാം ഭഗവാന്റെ പവിത്രമായിട്ടുള്ള പാദമാകുന്നു. അപ്പൊ എന്തിനെ കാണുമ്പോഴും ആ ഒരു ആദരവുണ്ടാവട്ടെ എൻ്റെ മനസ്സിൽ. ഈ ലോകത്തെ ദർശിക്കുമ്പോഴൊക്കെ ആദരവോടെ ദർശിക്കാൻ കഴിയട്ടെ. എല്ലാവരും ഈ ഈശ്വരന്റെ സാന്നിധ്യമായി കാണാൻ കഴിയട്ടെ. ഈശാവാസ്യം ഇതം സർവം എന്ന് കാണാൻ കഴിയട്ടെ. മനഃ തവ പാദയോഹോ നഹ സ്മൃത്യാം, നഹ മനഃ തവ പാദയോഹോ സ്മൃത്യാം അസ്തു. ശിരഃ തവ നിവാസ ജഗൽ പ്രണാമേ അസ്തു. ഞങ്ങളുടെ ശിരസ് തവ നിവാസ ജഗൽ പ്രണാമേ അസ്തു. ഞങ്ങളുടെ ശിരസ് അങ്ങയുടെ നിവാസസ്ഥാനമായ ജഗത്തിനെ പ്രണമിക്കുന്നതിൽ ഭവിക്കട്ടെ. എപ്പോഴും അങ്ങയുടെ സ്ഥാനമാണ്, അങ്ങയുടെ നിവാസ സ്ഥാനമാണ്. വാസുദേവനാണ് അങ്ങ്. ഇതെല്ലാം വാസുദേവന്റെ നിവാസ സ്ഥാനമാണ്. ഇതെല്ലാം അങ്ങയുടെ ക്ഷേത്രങ്ങളാണ് എന്ന് കണ്ടുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരത്തെയും ആദരവോട് നമസ്കരിക്കാനായിട്ട് സാധിക്കട്ടെ. തവ നിവാസ ജഗൽ പ്രണാമേ നഹ ശിരഃ അസ്തു. ദൃഷ്ടി സദാം ദർശനേസ്തു ഭവത്തനൂനാം. അസ്മാകം ദൃഷ്ടി, ഞങ്ങളുടെ ദൃഷ്ടി സദാം ദർശനേ അസ്തു. സദാം ദർശനേ സജ്ജനങ്ങളുടെ ദർശനത്തിൽ ഭവിക്കട്ടെ. എപ്പോഴും സജ്ജനങ്ങളെ കാണാൻ കഴിയട്ടെ. ആ സജ്ജനങ്ങൾ ആരാണ്? ഭവത്തനൂനാം. സതാം എന്നുള്ളതിന്റെ വിശേഷണമായിട്ട് എടുക്കാം. ഭവത്തനൂനാം സതാം ദർശനേ അസ്തു. അങ്ങയുടെ തന്നെ മൂർത്തീഭാവങ്ങളായിരിക്കുന്ന ഈശ്വരൻ പ്രത്യക്ഷ രൂപത്തിൽ വരുന്നവരാണ് സജ്ജനങ്ങൾ എന്നുള്ള അറിവോടുകൂടെ അവരെ ഈശ്വരൻ അനുഗ്രഹിക്കാനായിട്ട് ഈ രൂപത്തിൽ വന്നിരിക്കുന്നു. നാരദ രൂപത്തിൽ വന്നത് ഭഗവാനായിരുന്നു, നാരായണനായിരുന്നു എന്നുള്ള അറിവോടെ ഞങ്ങൾ ഇനിയും ഏത് മഹാത്മാവിനെ കാണുമ്പോഴും നാരായണ ബുദ്ധിയാ നമസ്കരിക്കാറാവട്ടെ. നമോ നാരായണ എന്ന് ഏത് മഹാത്മാവിനെ കാണുമ്പോഴും നമസ്കരിക്കാറാവട്ടെ. അപ്പൊ ദൃഷ്ടി കാണാൻ കഴിയട്ടെ. ഞങ്ങൾക്ക് ദൃഷ്ടി വൈകല്യം കൊണ്ട് ഞങ്ങൾ കണ്ടിരുന്നില്ല. ഞങ്ങൾക്ക് അബദ്ധം പറ്റിയത് ഈ ദൃഷ്ടി ഉണ്ടായിരുന്നില്ല. നാരദ മഹർഷിയെ വേണ്ട പോലെ കാണാനുള്ള കഴിവ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഭഗവാൻ തന്നെയാണ് എന്ന് കണ്ടില്ല. അപ്പോ അങ്ങയുടെ തന്നെ മൂർത്തികളാണ്, പ്രത്യക്ഷ മൂർത്തികളാണ് മഹാപുരുഷന്മാർ. അവരെ കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ. കണ്ടാൽ തിരിച്ചറിയാനുള്ള കഴിവും ഈ ദൃഷ്ടികൾക്ക് ഉണ്ടാവട്ടെ. ഞങ്ങളുടെ ബുദ്ധിക്ക് ഉണ്ടാവട്ടെ, വെളിവുണ്ടാവട്ടെ. ഇനിമേൽ വെളിവില്ലാതെ ഇങ്ങനെ കള്ളു കുടിച്ച പോലെ മതോന്മത്തന്മാരായി നശിക്കാനിടയാവാതിരിക്കട്ടെ. അപ്പൊ ഞങ്ങളുടെ എല്ലാ കരണങ്ങളെ കൊണ്ടും
ആ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭഗവത് ഭക്തന്മാരായ മഹാത്മാക്കളെ ബഹുമാനിച്ചുകൊണ്ട് നല്ലൊരു ജീവിതം നയിക്കാനായിട്ട് ഇനിയുള്ള ഞങ്ങളുടെ ശേഷ ജീവിതം ഭഗവത് സേവയിൽ നിർത്താനായിക്കൊണ്ട് അനുഗ്രഹിച്ചാലും എല്ലാ കരണങ്ങളെ കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഭഗവാന് ആരാധന ചെയ്യാൻ സാധിക്കട്ടെ. യദ്യത് കർമ്മ കരോമി തത്തതകിലം വിഷ്ണോ തവാരാധനം. അങ്ങനെ ഭവിക്കട്ടെ. വാണീ ഗുണാനുകഥനേ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർനഃ സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗൽ പ്രണാമേ ദൃഷ്ടി സദാം ദർശനേസ്തു ഭവത്തനൂനാം. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അവര് ഭഗവാന്റെ അനുഗ്രഹം കിട്ടി ഭഗവാനെ പ്രദക്ഷിണ നമസ്കാരം ചെയ്ത് യാത്രയായി എന്ന് കഥ ബാക്കി ഉപസംഹരിക്കുന്നു. ശ്രീശുക ഉവാച ഇത്തം സങ്കീർത്തിതസ്താഭ്യാം ഭഗവാൻ ഗോകുലേശ്വരഃ ദാംനാ ച ഉലൂഖലേ ബദ്ധഃ പ്രഹസന്നാഃ ഗുഹ്യഗൗ. ശ്രീശുക ഉവാച ഇത്തം സങ്കീർത്തിതസ്താഭ്യാം ഭഗവാൻ ഗോകുലേശ്വരഃ ദാംനാ ചോലൂഖലേ ബദ്ധഃ പ്രഹസന്നാഃ ഗുഹ്യഗൗ. ഇത്തം ഇപ്രകാരം ആ താഭ്യാം സങ്കീർത്തിതഃ ഭഗവാൻ എന്നർത്ഥം. അവരാൽ രണ്ടുപേരാലും സങ്കീർത്തനം ചെയ്യപ്പെട്ടവനായ ഭഗവാൻ. ഇപ്പൊ ഏതവസ്ഥയിലാ? ദാംന ഉലൂകലേ ബദ്ധഃ ച. ദാംന ദാമം കൊണ്ട് കയറുകൊണ്ട് ഉലൂകലേ ബദ്ധഃ ഉരലിൽ കെട്ടപ്പെട്ടവനായി. അതിന് യാതൊരു ബാധ്യതയും മാറ്റമില്ല. അമ്മ കെട്ടിയത് അങ്ങനെ തന്നെ ഉണ്ട്. ഇത്രയുള്ള ഈ രണ്ടുപേരുടെ ജീവിതത്തെ തന്നെ സ്ഥാവരാവസ്ഥയിൽ നിന്ന് ദേവാവസ്ഥയിലേക്ക് മോചിപ്പിക്കാൻ കഴിവുള്ളവൻ തന്റെ ബന്ധനമഴിക്കാതെ നിൽക്കുന്നു. അത് കാരുണ്യം കൊണ്ട്, അമ്മയോടുള്ള സ്നേഹം കൊണ്ട്. അപ്പൊ ഉലൂകലേ ബദ്ധഃ സ്വയം അഭിനയിക്കുകയാണ്. എനിക്കിതൊക്കെ നിസ്സാരമാണ്, ഈ ബന്ധനമൊന്നും എനിക്ക് ബന്ധനമേ അല്ല. ഇവരുടെയൊക്കെ ഈ ബന്ധനത്തെ അഴിച്ചുവിടാമെങ്കിൽ എന്റെ ഈ ബന്ധനം എന്ത് ബന്ധനം എന്ന് ലോകത്തോട് ചിരിച്ചുകൊണ്ട് ഭഗവാൻ ചോദിക്കുകയാണ്. ചിന്തിക്കാൻ. ഉലൂകലേ ബദ്ധഃ ഗോകുലേശ്വരഃ ഭഗവാൻ. ആ ഗോകുലത്തിന്റെ യഥാർത്ഥ ഈശ്വരനാണ്. ഗോകുലം എന്നാൽ ഈ ലോകമേ ഗോകുലമാണ്. ചരാചരങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഈ എല്ലാം ഗോകുലം എന്ന് പറയാം. ഗോ ശബ്ദം കൊണ്ട് ചലിക്കുന്നത്, ചരമായത് എല്ലാം ഗോക്കളാണ്. ഇവിടെ ചരമായതേ ഉള്ളൂ, അചരമായിട്ടുള്ള ഒരു വസ്തുവില്ല. നമുക്ക് കാണേണ്ട രീതിയിൽ കാണാത്തത് കൊണ്ട് അചരം എന്ന് തോന്നുക മാത്രമാണ്. വിഡ്ഢിത്തരം, ചിന്തിക്കാത്തത് കൊണ്ടുള്ള വിഡ്ഢിത്തരമാണ് ഇവിടെ അചരം എന്ന വാക്ക് തന്നെ. അതിന് സ്ഥാനമേ ഇല്ല. ഡിക്ഷണറിയിൽ നിന്ന് എടുത്തു കളയേണ്ട വാക്കാണ് അചരം. കമ്പാരിറ്റീവ്ലി അചരം, വിഡ്ഢിത്തരം കൊണ്ട് അചരം. നമ്മൾ മറ്റു വസ്തുക്കളുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോഴാണ് ചിലത് ചരം ചിലത് അചരം എന്ന് പറയുന്നത്. ചരത്തെ താരതമ്യം ചെയ്യുമ്പോൾ ചിലത് അചരമായി തോന്നുകയാണ്. നല്ലോണം സൂക്ഷിച്ചു നോക്കിയാൽ ഇവിടെ അചരമായിട്ട് ഒന്നുമില്ല. എല്ലാ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ചരങ്ങളാണ്, കറങ്ങിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് അവയൊക്കെ ഗോക്കളാണ്. സൂര്യനെ ഗോ ശബ്ദം കൊണ്ട് പറയാം, ഭൂമിയെ ഗോ ശബ്ദം കൊണ്ട് പറയാം, നക്ഷത്രങ്ങളെ ഗോ ശബ്ദം കൊണ്ട് പറയാം, എല്ലാറ്റിനെയും ഗോ ശബ്ദം കൊണ്ട് പറയാം. ഗമിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ഓരോ ആറ്റം മുതൽക്ക് ബ്രഹ്മാണ്ടങ്ങൾ, ഗാലക്സികൾ എല്ലാം തന്നെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നതാണ്. ഒന്നും സ്ഥിരമായിട്ട് എവിടെയും നിൽക്കുന്നില്ല. എത്ര വേഗത്തിലാണ് കറങ്ങുന്നത് എന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കുക. ചെറിയ വേഗമൊന്നുമല്ല, ചിന്തിക്കാൻ പോലും ആവാത്ത വേഗത്തിലാണ്. ചിന്തിച്ചാൽ നമ്മുടെ തല കറങ്ങും. അത്രയും വേഗത്തിലാണ് ഇവിടെയുള്ള ഓരോ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ അചരം എന്നുള്ളത് വാസ്തവമേ അല്ല, ഒരു ഭ്രമം മാത്രമാണ്. വെറുതെ ഉപയോഗിക്കുന്നു നമ്മൾ. എന്തായാലും ഗോകുലം എന്നാൽ ഈ പ്രപഞ്ചം തന്നെ. വെറും ഒരു വ്രജം മാത്രമല്ല, പശുക്കൂട്ടം മാത്രമല്ല. ഗോകുലേശ്വരൻ എന്നാൽ എല്ലാറ്റിൻ്റെയും ഈശ്വരനായിട്ടുള്ള ഭഗവാൻ ഇവിടെ പ്രഹസന്ന് ഗുഹ്യകൗവാഹ, പ്രഹസന്ന് ചിരിച്ചുകൊണ്ട്, ആ നിങ്ങൾ എന്നെ മനസ്സിലാക്കിയല്ലോ, സന്തോഷമായിട്ടോ,
നിങ്ങൾക്ക് വേണ്ട പക്വതയായി കഴിഞ്ഞു. ആ നാരദ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് ഇത്രയും കാലം നിങ്ങൾ വൃക്ഷമായിട്ട് നിന്നാലും ഇപ്പൊ വേണ്ട തലയിൽ വെളിവ് വന്നു കഴിഞ്ഞിരിക്കണം. നിങ്ങളുടെ ഈ പ്രാർത്ഥന ഗംഭീരം. ആ പ്രാർത്ഥനയിൽ നിന്ന് നിങ്ങളെ മനസ്സിലാക്കാം നിങ്ങൾക്ക് എത്ര വിനയം വന്നിരിക്കുന്നു എന്ന്. അപ്പൊ അങ്ങനെ ചിരിച്ചുകൊണ്ട് ഭഗവാൻ ഗുഹ്യകൗ എന്ന് പറഞ്ഞാൽ യക്ഷന്മാരോട്, ഗന്ധർവന്മാരോട് എന്നൊക്കെ അർത്ഥം. ഗന്ധർവന്മാരും യക്ഷന്മാരെയൊക്കെ പറയുന്ന വാക്കാണ് ഗുഹ്യകന്മാര് എന്ന് വെച്ചാൽ രഹസ്യമായി സഞ്ചരിക്കുന്നവർ, നമുക്ക് സാധാരണ മനുഷ്യർക്ക് കാണാൻ കഴിവില്ലാത്തവർ, നമ്മുടെ ദൃഷ്ടിക്ക് കാണില്ല. അപ്പൊ അങ്ങനെയുള്ള ആ ഗുഹ്യകന്മാരോട് ഭഗവാൻ എന്താ പറയുന്ന ഭഗവാൻ? ശ്രീ ഭഗവാനുവാച ജ്ഞാതം മമ പുരൈവൈതത് ഋഷിണാ കരുണാത്മന യത് ശ്രീമദാന്ധയോർവാഗ്ഭിഃ വിഭ്രംസോനുഗ്രഹകൃതഃ. ശ്രീ ഭഗവാനുവാച ജ്ഞാതം മമ പുരൈവൈതത് ഋഷിണാ കരുണാത്മന യത് ശ്രീമദാന്ധയോർവാഗ്ഭിഃ വിഭ്രംസോ അനുഗ്രഹകൃതഃ. ഭഗവാനുവാച സർവജ്ഞനായ ഭഗവാൻ പറയാണ്, മമ പുരായേവ ഏതത് ജ്ഞാതം. മമ എനിക്ക് പുരായേവ പണ്ടേ തന്നെ ഏതത് ജ്ഞാതം ഈ കാര്യം അറിയാട്ടോ. ഏത് കാര്യം? കരുണാത്മനാ ഋഷിണാ വാഗ്ഭിഃ ശ്രീമദാന്തയോഃ വിഭ്രംസഃ അനുഗ്രഹഃ കൃതഃ. കരുണാത്മനാ ഋഷിണ കരുണാമൂർത്തിയായ നാരദ മഹർഷിയാൽ വാഗ്ഭിഃ വാക്കുകളെ കൊണ്ട് ശ്രീമദാന്തയോഃ ഐശ്വര്യമതം കൊണ്ട് കണ്ണു കാണാൻ കഴിയാത്തവരായ നിങ്ങൾ രണ്ടുപേർക്കും എന്ത് ചെയ്തു? വിഭ്രംസഃ കൃതഃ. അതെന്താണ് വാസ്തവത്തില്? അനുഗ്രഹഃ കൃതഃ. വിഭ്രംസ രൂപത്തിലുള്ള അനുഗ്രഹം ചെയ്യപ്പെട്ടിരിക്കുന്നു. വിഭ്രംശം നിങ്ങൾക്കുണ്ടായി, നിങ്ങളുടെ സ്ഥാനത്തിൽ നിന്ന് ഭ്രംശിച്ചു. നിങ്ങൾ ഗുഹ്യകന്മാര് ധനധൻ കുബേരന്റെ പുത്രന്മാരായി വലിയ ഗംഭീരന്മാരായി സ്ഥാനത്തെ അലങ്കരിച്ചിരുന്നു. പക്ഷേ ആ വാക്കുകൊണ്ട്, അദ്ദേഹത്തിന്റെ ആ വാക്കുകളെ കൊണ്ട് വിഭ്രംശം അനുഗ്രഹ രൂപത്തിൽ ചെയ്യപ്പെട്ടു. അപ്പൊ നിങ്ങള് എന്താ പറയുക, വളരെ അപകടകരമായിട്ടുള്ള ഒരു നിലയിലായിരുന്നു, വീഴാൻ പാകത്തിൽ നിൽക്കുകയായിരുന്നു. അപ്പൊ നിങ്ങളെ ഋഷി വീഴ്ത്തിയിട്ട് ഇനി വീഴാത്ത രീതിയിൽ ഉയർത്താനുള്ള അനുഗ്രഹമായിരുന്നു. ഇനി ഒരിക്കലും നിങ്ങൾ വീഴില്ല, ആ രീതിയിലുള്ള അനുഗ്രഹം അദ്ദേഹം തന്നു. അതാണ് വിഭ്രംശ രൂപത്തിലുള്ള അനുഗ്രഹ കൃതഃ. ഇത് ഈ കാര്യം മമ പുരായേവ ജ്ഞാതം, മുമ്പേ തന്നെ ഞാനിതൊക്കെ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്താ അറിയാത്തത്? സർവജ്ഞനായിട്ട് എനിക്ക് അറിയാത്തതായിട്ട് എന്താ ഉള്ളത് അല്ലേ? ഞാൻ ആരാ മോൻ എന്ന് ഭഗവാൻ പറയുകയാണ്, ചിരിച്ചുകൊണ്ട് പറയുകയാണ്. ജ്ഞാതം മമ പുരൈവൈതത് ഋഷിണാ കരുണാത്മന യത് ശ്രീമദാന്തയോർവാഗ്ഭിഃ വിഭ്രംസോനുഗ്രഹകൃതഃ. സാധൂനാം സമചിത്താനാം സുതരാം മത്കൃതാത്മനാം ദർശനാന്നോ ഭവേത് ബന്ധഃ പുംസോ അക്ഷ്ണോഃ സവിതുര്യഥാ. സാധൂനാം സമചിത്താനാം സുതരാം മത്കൃതാത്മനാം ദർശനാന്നോ ഭവേത് ബന്ധഃ പുംസോ അക്ഷ്ണോഃ സവിതുര്യഥാ. സാധൂനാം സമചിത്താനാം സുതരാം മത്കൃതാത്മനാം ദർശനാത് ബന്ധഃ ന ഭവേത്. സാധൂന സദാചാര നിരതരും പരന്മാർക്ക് നന്മ ചെയ്യുന്നവരുമാണ് സാധുക്കൾ. പരകാര്യം സാധനോതി ഇതി സാധവഃ. അതുപോലെ തന്നെ എപ്പോഴും സ്വധർമ്മത്തിൽ ചരിക്കുന്നവർ, സദാചാര നിഷ്ഠയോടുകൂടിയവർ, അങ്ങനെയുള്ളവരാണ് സാധുക്കൾ. അവര് സമചിത്തന്മാരാണ്. അവർ ആത്മാവിനെ അല്ലെങ്കിൽ മനസ്സിനെ നിയന്ത്രിച്ചിരിക്കുന്നു. സമചിത്തന്മാരാണ്. ആത്മതത്വം അറിഞ്ഞതുകൊണ്ടാണ് അവർക്ക് സമചിത്തത. അവർക്ക് ഇംബാലൻസ് ഇല്ലാത്തത്, അവർക്ക് ക്ഷോഭം ഇല്ലാത്തത്, ശാന്തി ശീലമായിരിക്കുന്നത്, എപ്പോഴും എല്ലാവരിലും സമഭാവം ഉണ്ടാകുന്നത് ഒക്കെ ആത്മതത്വം അറിഞ്ഞതുകൊണ്ടാണ്. അങ്ങനെയുള്ള സുതരാം മത്കൃതാത്മന, സുതരാം എന്ന് പറഞ്ഞാൽ അത്യന്തം, നിതരാം നല്ലതുപോലെ, മത്കൃതാത്മന എന്നിൽ തന്നെ ആത്മാവിനെ മനസ്സിനെ ചെയ്തവർ, എന്നെ തന്നെ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ, നിരന്തരം എന്നിൽ മനസ്സുറപ്പിച്ചവർ, എന്നിൽ സമർപ്പിത ജീവന്മാരായിട്ടുള്ള മഹാപുരുഷന്മാർ, മഹാത്മാക്കൾ, എൻ്റെ ഭക്തന്മാരായിട്ടുള്ളവർ, അവരുടെ ദർശനാത്
അവരുടെ ദർശനം കൊണ്ട് തന്നെ ബന്ധനഭവേത്, എല്ലാ ബന്ധങ്ങളും മോചിക്കുകയാണ് ചെയ്യുക. അവർ ബന്ധനം ഉണ്ടാക്കുന്നവരല്ല, അവർ ബന്ധനങ്ങളിൽ നിന്ന് മുക്തരാക്കുന്നവരാണ്. അവരെ ദർശനമാത്രം കൊണ്ട് അല്ലേ, ദർശനാദേവ സാധവ. മറ്റതൊക്കെ തേ പുനന്തി ഉരുകാലേന. ഏതൊക്കെ? അമ്മയാനി തീർത്ഥാനി മൃച്ഛിലാമയാഹ ദേവാഹ ഉരുകാലേന പുനാന്തി. എന്നാൽ ദർശനാദേവ സാധവ, സജ്ജനങ്ങൾ ദർശനമാത്രയിൽ നമ്മളെ സ്വതന്ത്രരാക്കുന്നു. നമ്മളെ അറിവില്ലായ്മകളൊക്കെ നശിപ്പിച്ച് നമ്മളെ നല്ല രീതിയിൽ കാണാൻ കഴിവുള്ളവരാക്കി തീർക്കുന്നു. ഏതുപോലെ ഒരു ദൃഷ്ടാന്തം പറഞ്ഞു, പുംസഹ അക്ഷ്ണോഹോ സവിതുർ യഥ. സവിതുഹു ദർശനാത് അക്ഷ്ണോഹോ ബന്ധഃ ന സ്യാത്. സൂര്യനെ കണ്ടതുകൊണ്ട് നമ്മുടെ കണ്ണിന് കേടൊന്നുമില്ല. എന്ന് വെച്ചാൽ സൂര്യന്റെ സാന്നിധ്യത്തിൽ നമ്മുടെ കണ്ണ് കൂടുതൽ തെളിഞ്ഞു കാണുകയേ ഉള്ളൂ. സൂര്യൻ ഇല്ലാത്തപ്പോഴാണ് ഇരുട്ട്, സൂര്യന്റെ അഭാവത്തിലാണ് നമുക്ക് ഇരുട്ടുള്ളത്, വസ്തുക്കളെ, ലോകത്തെ കാണാൻ കഴിവില്ലായ്മ. സൂര്യൻ പ്രകാശിക്കുന്നതോടുകൂടി ഈ ലോകം നമുക്ക് തെളിഞ്ഞു കാണാം. അപ്പൊ സൂര്യന്റെ സാന്നിധ്യം നമ്മൾക്ക് കണ്ണുകൾക്ക് കാഴ്ച തരുന്നത് പോലെയാണ് മഹാത്മാക്കളുടെ സാന്നിധ്യം നമ്മളുടെ ബുദ്ധി എന്ന കണ്ണുകളെ തുറക്കുന്നത്, നമ്മുടെ വിവേക കണ്ണുകളെ തുറക്കുന്നത്. നമ്മുടെ ബുദ്ധിയാണ് ശരിയായ കണ്ണുകൾ. ആ കണ്ണിനെ തുറപ്പിക്കുന്നത് അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അപ്പൊ ഈ മഹാപുരുഷന്മാർ അവരുടെ ദർശനം, സൂര്യന്റെ ദർശനത്തിൽ എങ്ങനെയാണോ വസ്തുക്കൾ തെളിഞ്ഞു കാണുന്നത്, അതുപോലെ ഈ മഹാത്മാക്കളുടെ സാന്നിധ്യം കൊണ്ട്, ദർശനം കൊണ്ട് നമുക്ക് ഈ ലോകത്തെ നല്ലപോലെ വിലയിരുത്താനുള്ള കഴിവുണ്ടാവും, മര്യാദയ്ക്ക് ജീവിക്കാനുള്ള സാമർഥ്യമുണ്ടാകും, തെറ്റിദ്ധാരണകൾ കുറയും. ഇരുട്ടത്ത് നമുക്ക് തെറ്റിദ്ധാരണകൾ കൂടും. അതുപോലെ മഹാത്മാക്കളാകുന്ന സൂര്യന്മാർ നമ്മുടെ ജീവിതത്തിൽ ഉദിക്കാത്ത കാലത്തോളം, സത്സംഗം, ഗുരുലാഭം ഇതൊന്നും ലഭിക്കാത്ത കാലത്തോളം നമ്മളൊക്കെ ഇരുട്ടത്ത് തപ്പുന്ന അന്ധന്മാരാണ്. പല പൊട്ടക്കണ്ണന്മാരും നമ്മളെ എന്താ പറയുക, വലിയ കേമന്മാരെ പോലെ നയിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നമ്മളൊക്കെ എവിടെ പോകുന്നുണ്ടെന്നിട്ട് അവരുടെ പുറകെ പോയി അവർ വീഴുന്ന അതേ കുഴികളിൽ പോയി വീഴുന്നു. അന്ധേന ഇവ നീയമാന യഥാന്താഹ. അന്ധന്മാരാൽ നയിക്കപ്പെടുന്ന അന്ധക്കൂട്ടങ്ങളെ പോലെ നമ്മളൊക്കെ, നമ്മുടെ പൂർവികരായ പല അന്ധരും നമ്മളെ പല വഴിക്കും നയിച്ച് ചെളിക്കുഴികളിൽ, അപകടങ്ങളായ ഗർത്തങ്ങളിൽ ഒക്കെ ചെന്ന് പതിപ്പിച്ചിട്ടുണ്ട്. അത് മാറണമെങ്കിൽ, കുഴിയിൽ പതിക്കാതിരിക്കണമെങ്കിൽ, ശരിയായ ദർശനം കിട്ടണമെങ്കിൽ ഈ മഹാപുരുഷന്മാരാകുന്ന സൂര്യന്മാരുടെ പ്രകാശം നമ്മളെ അനുഗ്രഹിക്കണം. അപ്പം അതുകൊണ്ട് ഈ നാരദ മഹർഷിയുടെ ദർശനം നിങ്ങൾക്ക് ബന്ധമല്ല ഉണ്ടാക്കിയിട്ടുള്ളത്, നിങ്ങളെ ഇതാപ്പോൾ ധന്യരാക്കി, നിങ്ങളെ മുക്തരാക്കി. നിങ്ങൾ ഇനി ഒരിക്കലും ഈ ചെളിക്കുഴികളിലൊന്നും വീഴില്ല. ഇതാണ് ഭഗവാൻ പറയുന്നതിൻ്റെ താല്പര്യം. സാധൂനാം സമചിത്താനാം സുതരാം അകൃതാത്മനാം ദർശനാന്നോ ഭവേത് ബന്ധഃ പുംസോ അക്ഷ്ണോഹോ സവിതുര്യതാ. അപ്പൊ ഇതും മറ്റതിന്റെ കൂട്ടത്തിൽ ചേർത്ത് വായിക്കാം. ഇതിന് ഭഗവാൻ പല പ്രാവശ്യം പറഞ്ഞ നഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാ മൃച്ഛിലാമയാഃ തേ പുനന്ത്യുരുകാലേന ദർശനാദേവ സാധവഃ. ഇവിടെയും ദർശനാദേവ പറയുന്നത്, സാധൂനാം ദർശനാദേവ. അതുകൊണ്ട് നിങ്ങൾ ധന്യരായിരിക്കുന്നു ആ മഹാത്മാവിന്റെ അനുഗ്രഹം കൊണ്ട്. തദ്ഗച്ഛതം മത്പരമൗ നളകൂബര സാധനം സഞ്ജാതോ മയി ഭാവോ വാം ഇപ്സിതഃ പരമോ ഭവഃ. തദ്ഗച്ഛതം മത്പരമൗ നളകൂബര സാധനം സഞ്ജാതോ മയി ഭാവോ വാം ഇപ്സിതഃ പരമോ അഭവഃ. തൽഗച്ഛതം, തൽഗച്ഛതം തസ്മാത് ഗച്ഛതം. തത് എന്ന് പറഞ്ഞാൽ തസ്മാത്, അതുകൊണ്ട്, നിങ്ങൾ അനുഗ്രഹീതരായതുകൊണ്ട്. യുവാം ഗച്ഛതം, ഗച്ഛതം എന്നുള്ളത് ദ്വിവചനമാണ്. നിങ്ങൾ രണ്ടുപേരും ഗമിച്ചാലും. നളകൂബര എന്ന് ഒരാളുടെ പേരെടുത്ത് പറഞ്ഞു. നളകൂബര, മണിഗ്രീവ എന്ന് രണ്ടുപേരെയും പറയുന്നതിന് ഒരു പേരെടുത്ത് പറഞ്ഞു. അതോടെ ഫില്ല് ചെയ്യാൻ ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് ശ്ലോകരൂപത്തിൽ പറഞ്ഞപ്പോൾ.
ഭഗവാൻ രണ്ടുപേരോടും പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ ശ്രീശുഖ ബ്രഹ്മർഷിയോ വ്യാസനോ എഴുതി വന്നപ്പോൾ ഒരാളുടെ പേര് കുറഞ്ഞു പോയതാണ്. അത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഉപലക്ഷണം. ഭഗവാൻ പറഞ്ഞോ, ഹേ നളകൂപര, ഹേ മണിഗ്രീവ, യൂയം ഗച്ഛതം, യുവാം ഗച്ഛതം, യു മേ ഗോ, യു ക്യാൻ ഗോ, നിങ്ങൾ ധന്യരാണ്. സാധനം ഗച്ഛത, സാധനം എന്നാൽ സദനം തന്നെയാണ് സാധനം. എവിടെയാണോ നമ്മൾ വിശ്രമിക്കുന്നത് അതാണ് സാധനം അല്ലെങ്കിൽ സദനം. നമ്മുടെ ക്ഷീണം തീർക്കുന്ന സ്ഥാനം എന്നാണ് അർത്ഥം. സീതതി എന്നുള്ള ധാതുവിൽ നിന്നാണ്. സീതതി എന്ന് പറഞ്ഞാൽ തളരുന്നു. അപ്പൊ തളരുമ്പോ ആ തളർച്ച മാറ്റാനുള്ള, വിശ്രമിക്കാനുള്ള ഗൃഹമാണ് സദനം. അത് തന്നെയാണ് സാധനം. ഇനിയിപ്പോ എന്താണ്? ഇനി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങള് കവചിതരാണ്, ആപത്തുകളിൽ പെടാതിരിക്കുക. എന്താണ്? മയി ഭാവഹ സഞ്ജാതഹ വാം. വാം നിങ്ങൾ രണ്ടുപേർക്കും, വാം എന്ന് പറഞ്ഞാൽ യുവാം, നിങ്ങൾ രണ്ടുപേർക്കും. അതെങ്ങനെയുള്ളത്? പരമഹ അഭവഹ ഈപ്സിതഃ മയി ഭാവഹ സഞ്ജാതഃ. പരമഹ അഭവഹ, ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഭാവം, അഭവം ഉണ്ടായിരിക്കുന്നു. പരമഹ അഭവഹ ഉണ്ടായിരുന്നു. പരമമായിട്ടുള്ള അഭവം എന്നുള്ള മോക്ഷം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ജന്മരഹിതമായിട്ടൊരവസ്ഥയെ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നു. അതുപോലെ ഈപ്സിതഃ മൈ ഭാവഃ സഞ്ജാതഃ. ഈപ്സിതഃ മൈ ഭാവഃ, നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്നിലുള്ള ഭക്തിഭാവം നിങ്ങളിൽ സഞ്ജാതമായിരിക്കുന്നു. അപ്പൊ എന്നോട് വേണ്ടതായിട്ടുള്ള ഭക്തി നിങ്ങൾക്ക് വേണ്ട പോലെ ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ ഭക്തോത്തമന്മാരാണ്, ധന്യരാണ്, നിങ്ങൾ മുക്തരാണ്. ഇനി പോയിട്ട് നിങ്ങളുടെ വേഷം കെട്ട് നന്നായിട്ട് നടക്കട്ടെ. ഏത് റോളാണോ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് അത് എൻ്റെ പൂജയായി ചെയ്തോളൂ. നിങ്ങൾ എന്താ പറയുക, കുബേരന്റെ മക്കളെന്ന സ്ഥാനത്ത് ചെന്ന് അവിടെ ചെന്ന് അദ്ദേഹത്തെ സഹായിക്കും. അപ്പോഴും നിങ്ങൾ എൻ്റെ പൂജയാണ് ചെയ്യുന്നത്, അല്ലെ? ഹസ്തൗച കർമ്മസു, നിങ്ങളുടെ ഹസ്തങ്ങൾ എൻ്റെ കർമ്മത്തിൽ തന്നെ ആവട്ടെ. നിങ്ങളുടെ കാതുകൾ എൻ്റെ കഥകൾ എപ്പോഴും കേൾക്കുമാറാകട്ടെ. നിങ്ങളുടെ നാവ് കൊണ്ട് എപ്പോഴും എന്നെക്കുറിച്ച് പറയുമാറാകട്ടെ. നിങ്ങളുടെ ശിരസ് എപ്പോഴും സജ്ജനങ്ങളെയും ഭഗവാന്റെ മൂർത്തികളായിട്ടുള്ള എല്ലാവരെയും നമസ്കരിക്കുമാറാകട്ടെ, അല്ലെങ്കിൽ വിശ്വത്തെ തന്നെ നമസ്കരിക്കുമാറാകട്ടെ. സജ്ജനങ്ങളെ കണ്ടാൽ നിങ്ങൾക്ക് ദൃഷ്ടി കൊണ്ട് തിരിച്ചറിയാറാവട്ടെ. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഭഗവത് പാദം ഉറച്ചിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് പരമമായിട്ടുള്ള ഭക്തിഭാവം ഉണ്ടായിരിക്കണോ. നിങ്ങൾ മുക്തരായി തീർന്നിരിക്കുന്നു, നിങ്ങൾക്ക് പോകാം എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചയക്കാണ്. ധന്യരായി അവര്. മഹാപാപികളായിരുന്നവര് ഇപ്പോതാ ആ ഋഷിയുടെ കാരുണ്യം കൊണ്ടും ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടും അത്യന്തം ധന്യാത്മാക്കളായി. അവരുടെ കഥ ഉപസംഹരിക്കുകയാണ്. ശ്രീശുക ഉവാച ഇത്യുക്തൗ തൗ പരിക്രമ്യ പ്രണമ്യ ച പുനഃ ബദ്ധോലൂഖലമാമന്ത്ര്യ ജഗ്മതുരു ദിശമുത്തരാം. ശ്രീശുക ഉവാച ഇത്യുക്തൗ തൗ പരിക്രമ്യ പ്രണമ്യ ച പുനഃ ബദ്ധോലൂഖലമാമന്ത്ര്യ ജഗ്മതുരു ദിശമുത്തരാം. ശ്രീശുക ഉവാച. ശ്രീശുക ബ്രഹ്മർഷി ആ കഥയെ ഇവിടെ അവർ പോകുന്ന കാര്യത്തെ ഉപസംഹരിക്കുകയാണ്. ഇത്യുക്തൗ ഇതി ഉക്തൗ, ഇങ്ങനെ പറയപ്പെട്ട, ഭഗവാനാൽ പറയപ്പെട്ടവർ, ഭഗവാൻ പറഞ്ഞത് കേട്ടവരാണ് അവര്, ഭഗവാനാൽ പറയപ്പെട്ടവർ. തൗ അവർ രണ്ടുപേരും പുനഃ പരിക്രമ്യ പ്രണമ്യ, വീണ്ടും വീണ്ടും ഭഗവാനെ പ്രദക്ഷിണ നമസ്കാരാദികൾ ചെയ്ത്. എങ്ങനെയുള്ള ഭഗവാനെ? ബദ്ധോലൂഖലം, ഉരലിൽ ബന്ധിച്ച് സ്വയം ബന്ധനസ്ഥനായി നിൽക്കുന്നവൻ. നമ്മളെ മോചിപ്പിച്ച ഭഗവാൻ ഇതാ നിൽക്കുന്ന നോക്കൂ, അരയിൽ കെട്ടുമായിട്ട്. അയ്യോ പാവം നല്ല തോന്നിയത്. ഭഗവാനെ, അങ്ങയുടെ വേഷം കലക്കിയിട്ടുണ്ട്, നാടകം ഗംഭീരമായിട്ടുണ്ട്, ഞങ്ങളെ ഇത്രയും സ്വതന്ത്രരാക്കിയിട്ട് അങ്ങ് ഇങ്ങനെ ഇരുന്നോളൂ നടക്കട്ടെ, അഭിനയം നടക്കട്ടെ എന്ന മട്ടില് നമസ്കരിച്ചിട്ട് ബദ്ധോലൂകലം പുനഃ പ്രണമ്യ പരിക്രമ്യ ആമന്ത്ര്യ. വീണ്ടും അദ്ദേഹത്തോട്, ഭഗവാനോട് ആമന്ത്ര്യ എന്ന് പറഞ്ഞാൽ അനുമതി ചോദിച്ചിട്ട് തന്നെ, യാത്രാനുമതി ചോദിച്ച്. ഉത്തരാം ദിശം ജഗ്മതുഹു, ഉത്തരാം ദിശം വടക്കേ ദിക്കിലേക്ക്, അളകാപുരിയിലേക്ക്, ബദരീനാഥത്തിൻ്റെയൊക്കെ അടുത്ത്, അളകനന്ദൊക്കെ ഉത്ഭവിക്കുന്ന കൈലാസത്തിൻ്റെയൊക്കെ അടുത്തായിട്ട് അളകാപുരി എന്ന് പറയുന്നതായിട്ടുള്ള ആ പുരിയിലേക്ക്
വടക്കേ ദിക്കിലേക്ക് ജഗ്മതുഹു തൗ ജഗ്മതുഹു രണ്ടുപേരും ഗമിച്ചു. രണ്ടുപേരും യാത്രയായി, ഭഗവാന്റെ അനുമതിയോടുകൂടി അനുഗ്രഹീതരായി യാത്രയായി എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായം ഇവിടെ ഉപസംഹരിക്കുന്നു. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ യമളാർജുന മുക്തി നിരൂപണം നാമ ദശമോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇത് കഴിഞ്ഞിട്ടാണ് ഭഗവാൻ ആ ശബ്ദത്തെ റിലീസ് ചെയ്യുന്നതും ശബ്ദം കേട്ട് ഗോപന്മാരൊക്കെ ഓടി വരുന്നതും ഭഗവാനെ ഈ ഉരലും കെട്ടിയിട്ട് നടക്കുന്ന ഈ ഒരവസ്ഥ കണ്ട് നന്ദഗോപരൊക്കെ ഭയപ്പെടുന്നതും യശോദയെ ഒന്ന് രൂക്ഷമായി നോക്കിയ ശേഷം കെട്ടക്കഴിച്ച് ഭഗവാനെ പുണരുന്നതും എന്താ ഇവിടെ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ കണ്ട കുട്ടികൾ പറഞ്ഞു, ഇത് ഭഗവാൻ കുരല് കൊണ്ട് ഇടയിൽ തിക്കിയതാണ് എന്ന്. പക്ഷെ ആരും വിശ്വസിച്ചില്ല. ആ കഥ നമുക്ക് അടുത്തൊരു 6 ശ്ലോകങ്ങളിൽ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ പ്രകരണം ഒന്ന് മാറുന്നുണ്ട്. പിന്നെന്താ പ്രകരണം? പിന്നീട് അങ്ങനെ വൃന്ദാവനത്തിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളും ഈ അധ്യായത്തിൽ തന്നെ, അടുത്ത അധ്യായത്തിൽ തന്നെ വൃന്ദാവന യാത്രയും വൃന്ദാവനത്തിൽ എത്തിച്ചേരുന്നതും വൃന്ദാവനത്തിലെ ഭഗവാന്റെ ലീലകൾ ആരംഭിക്കുന്നതും ഒക്കെ ഈ 11-ാം അധ്യായത്തിൽ. അപ്പോൾ വൃന്ദാവന പ്രകരണം ആരംഭിക്കാൻ പോവുകയാണ്. ഇതുവരെ ബൃഹത് വനം എന്നുള്ള ഗോകുലത്തിലെ ലീലകളാണ് വർണ്ണിച്ചത്. ബൃഹത് വനത്തിൽ നിന്ന് ഭഗവാന്റെ വൃന്ദാവന യാത്ര നമുക്ക് തിരുവോണം കഴിഞ്ഞ് അവിട്ടം അല്ലെങ്കിൽ ചതയം നോക്കി ചെയ്യാം. ചിലപ്പോൾ തിരുവോണത്തിന് വാമനാവതാരത്തെക്കുറിച്ച് എനിക്ക് തോന്നിയാൽ ഒരു ലൈവ് ചെയ്യും, വെറുതെ ഇരിക്കുകയാണെങ്കിൽ, ആരുമില്ലെങ്കിൽ. അത് നിങ്ങൾക്കൊന്നും ബാധകമല്ല, നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ വന്നോളൂ. എല്ലാവരും നിങ്ങൾ എത്രയോ കേട്ട് കഴിഞ്ഞതാണ്. ഇനിയും ആരെങ്കിലും പുതിയവർ കേൾക്കാനുണ്ടെങ്കിൽ കേട്ടോട്ടെ എന്ന് വിചാരിച്ച് ചിലപ്പോൾ ചെയ്യും, കൺഫേം ചെയ്യുന്നില്ല, അന്നത്തെ തിരക്ക് പോലെ. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഓണാശംസകൾ. എല്ലാവരും കുടുംബങ്ങളൊക്കെ ഒത്തുചേർന്ന് സന്തോഷമായിട്ട് ഭഗവത് സ്മരണയോടെ ഓണം ആഘോഷിക്കുക. മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള പരിഗണനയോടെ ഓണം ആഘോഷിക്കുക. ഹരി ഓം. ശുഭരാത്രി, സുഖനിദ്ര.